എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാന്ന് എൻ്റെ ഡ്രീം. അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല അതിന് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ. അപ്പോൾ എന്നോട് എൻ്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഇല്ലേ, ഈ ഇപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യ്, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഓൾറെഡി ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു ബൈക്കിൻ്റെയും കാറിനൊക്കെ റീല് മിക്സ് ചെയ്തിട്ടിട്ട് അത് 3.3 മില്യണൊക്കെ ആയി. പിന്നെ ആസ് യൂഷ്വൽ ആ റിലേഷൻ ബ്രേക്കപ്പ് ആയി. അവിടെ നിന്നാണ് എല്ലാം ലൈഫ് ചേഞ്ചിങ് ആവണത്. പിന്നെ എൻ്റെ അൽഗോരിതമൊക്കെ മാറി, ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതമൊക്കെ മാറി, മൊത്തത്തിൽ മൈൻഡ് സെറ്റൊക്കെ മാറി. ആൻഡ്രോയിഡ് ഐഡിൻ്റെ ഒരു കാലമായിരുന്നു അന്ന്. ആൻഡ്രോയിഡ് ഒക്കെ വന്ന് ഫുൾ മോട്ടിവേഷൻ, എസ്കേപ്പ് ദ മാട്രിക്സ് കാര്യങ്ങൾ ഫുള്ള് മൈൻഡ് സെറ്റ് ആയിരുന്നു. കുറച്ച് മുന്നത്തെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ ആണ് ഹൈറ്റ് ഇല്ലാത്ത ഇഷ്യൂ. ഹൈറ്റും ഇല്ലായിരുന്നു, സ്കെൽറ്റനായിരുന്നു. അതുകൊണ്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ ഷർട്ട് കാര്യം എടുക്കുമ്പോൾ ഫിറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഡ്രസ്സിങ് എന്നുള്ള നമ്മളെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഫിറ്റ് എന്നുള്ളതും ഹെൽത്തി എന്നുള്ളതും രണ്ടും വേറെ വേറെയാണ്. വീഡിയോ എടുക്കാവുന്ന ദിവസം ഏതാ, റീൽസ് ഇടുന്ന ദിവസം ഏതാ, അങ്ങനെയൊക്കെ ചെയ്യൽ തുടങ്ങാനോ. അപ്പോൾ നമുക്ക് മുന്നേക്ക് ഒരു പ്ലാൻ ഉണ്ട്. അറ്റ് ദ എൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടി നമുക്കൊരു പാർട്ട്ണർ വേണം. യു ആർ നോട്ട് ചൂസിങ് യുവർ വൈഫ്, യു ആർ ചൂസിങ് യുവർ സൺ ഓർ ഡോട്ടേഴ്സ് മോം എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ നോക്കേണ്ടി. എന്നോട് ചോദിക്കലുണ്ട് ആൾക്കാർ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയും ബേസിക് കളേഴ്സ് സെലക്ട് ചെയ്യാനാണ്. വൈറ്റ്, പിന്നെ ഓഫ് കോഴ്സ് ബ്ലാക്ക്. ഞാൻ ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ഇട്ടിക്കണം, എനിക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യാൻ. അങ്ങനെ മനസ്സിലായി ഈ ഫിറ്റ്നസ് എന്ന സംഭവം വേറെ തന്നെയാണ്. അന്ന് മുതൽ പിന്നെ ഞാൻ ഫിറ്റ്നസ് നമ്മൾ വിട്ടിട്ടില്ല. ഈ ഫണ്ട് വരാൻ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ വാണിച്ചു എനിക്ക് ഈ തുടങ്ങുന്ന പുതിയ ബിസിനസ്സിന് 2500 റിസ്ക് എടുക്കാൻ പറ്റുമല്ലോ ചോദിച്ചു. ആ ചോദ്യം ഒക്കെ സ്ട്രൈക്കായി. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ആ രീതിയിലൊക്കെ ചെയ്യുന്നതിൻ്റെ പകരം സിനാൻ്റെ ക്യാരക്ടർ ആർക്കിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അതായത് ഈ മുടി വളർത്തിയത്, പിന്നെ ഫിറ്റ്നസ് ജേണിക്ക് എൻ്റർ ചെയ്തത്, പിന്നെ കോണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത്, ഈ ഒരു ജേണിൻ്റെ ഒരു കഥ എന്താണ് ഇതിലേക്ക് വന്നത്? ഇത് കഥ പറയാൻ ലൈക്ക് എന്താ പറയുക, ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. ഒരിക്കലും ഞാനിങ്ങനെ ഈ ക്രിയേറ്റർ ആവണം അല്ലെങ്കിൽ ഈ ഒരു ലെവലെത്തണം അങ്ങനൊരു ഫിഗർ ഔട്ട് ചെയ്ത് വന്ന ഒരാളല്ല. ഈ ഒരു കോണ്ടൻറ് ക്രിയേഷനൊക്കെ എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായിരുന്നു. ഫുട്ബോൾ ഇഷ്ടപ്പെട്ട് ഫുട്ബോൾ മാത്രം കളിച്ച് അന്ന് ആ ഒരു ഇതിൽ ലൈക്ക് ഫുട്ബോളായിരുന്നു മൊത്തത്തിൽ. പിന്നെ മെല്ലെ ലൈക്ക് ക്യാമ്പിങ് ട്രെയിനിങ് പരിപാടികളൊക്കെ അന്നുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അത് പോയി പിന്നെ നമുക്ക് പാരൻസ് സപ്പോർട്ടായിരുന്നു ഈ ഫുട്ബോളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ഒരു പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ ഒരു ട്രെയിനിങ്ങിന് പോയി. കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറേ സെലക്ഷൻ കിട്ടാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഹൈറ്റ് ഒരു കൺസേൺ ആയിരുന്നു. അപ്പോൾ ലൈക്ക് ഫുട്ബോൾ അതിന് മൊത്തത്തിൽ സ്റ്റിൽ ഇപ്പോഴും ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ, പ്രൊഫഷണൽ അല്ല എന്നുള്ളൂ. അങ്ങനെ കുറേ ട്രെയിനിങ്ങിന് പോവും, കുറേ ക്യാമ്പിന് പോവും. ലാസ്റ്റ് ഒരു പ്രൊഫഷണൽ ക്ലബ്ബിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ഒരു 2000 സംതിങ് ആൾക്കാരിൽ നിന്ന് സെലക്ഷൻ കിട്ടി. അങ്ങനെ അവിടെ നിന്നാണ് പ്രൊഫഷണൽ ജേണി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ടൈമാണ്. പ്ലസ് ടു കഴിഞ്ഞ് ഈ ഡിഗ്രി അങ്ങനെ അന്നൊരു ടൈമാണല്ലോ. പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ നോർമൽ എന്ത് ചിന്തിക്കുക, ഡിഗ്രിക്ക് പോകാമെന്നുള്ളൊരു സംഭവം ചിന്തിക്കുക. അപ്പോൾ ഞാൻ എല്ലായിടത്തും അലോട്ട്മെൻറ്റൊക്കെ കൊടുത്ത് കോളേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ എനിക്കൊരു കോളേജ് കിട്ടി. ലൈക്ക് കൊണ്ടോട്ട് EME എന്നുള്ള കോളേജ്. അവിടെ കിട്ടിയത് എനിക്ക്. അങ്ങനെ കിട്ടിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നോടല്ലേ. അങ്ങനെ കിട്ടി. അവിടെ ഒരു ദിവസം പോയി, പിറ്റേ ദിവസം ഞാൻ TC എടുത്തു. കാരണം അവിടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്താ പറയുക, ഞാൻ അവിടുന്ന് TC എടുത്തു. ക്യാമ്പ് ഫുൾ ഫോക്കസ് ചെയ്യുക, ഫുട്ബോൾ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ. അല്ല അപ്പോൾ അതെവിടെയായിരുന്നു ഫുട്ബോളിൻ്റെ പരിപാടി? ഫുട്ബോളിൽ ഞാൻ കേരള യുണൈറ്റഡ് FC എന്നൊരു ക്ലബ്ബുണ്ട്, അതിലായിരുന്നു. അതിൻ്റെ റിസർവ് ടീമിലായിരുന്നു. അങ്ങനെ ഞാൻ ഫുട്ബോൾ ജേണി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എന്താ പറയുക, എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാന്ന് എൻ്റെ ഡ്രീം. നമ്മളിവിടെ എല്ലാവരുടെ ഡ്രീമും അതുണ്ടാവും. ഫുട്ബോൾ ഇറങ്ങിയ എല്ലാവരുടെ ഡ്രീമാവും ഇന്ത്യൻ ഫുട്ബോൾ കളിക്കുക, ISL കളിക്കുക, I League കളിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് എത്തിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഈ ഒരു ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്ത് അതിൽ ക്യാമ്പിലൊക്കെ അറ്റൻഡ് ചെയ്ത് ഡെയിലി ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഇഞ്ചുറി ഫേസ് ചെയ്ത് എനിക്ക് ആങ്കിളിൻ്റെ എനിക്ക് സെലക്ഷൻ കിട്ടണ മുന്നേ തന്നെ എനിക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതായത് ആങ്കിൾ ലിഗമെൻറ്റ് ടിയറായ ചെറുതായിട്ട് Tier 1. അങ്ങനെ എന്നിട്ട് അതിൻ്റെ റിഹാബും കാര്യങ്ങളൊക്കെ അതിന് ഫുൾ ഫോക്കസ് ട്രെയിനിങ്ങിനൊക്കെ കൊടുത്ത് അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടിയത്. അന്നത്തെ ആ ഒരു ഹാർഡ് വർക്ക് ഫുള്ള് ഇതിന്മേലായിരുന്നു ഇൻവെസ്റ്റിങ് കാര്യങ്ങളൊക്കെ. രാവിലെ മഴ ആയാലും നമ്മൾ ട്രെയിൻ ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഓഫ് സീസണായി. ഒരു മൂന്ന് മാസമൊക്കെ നമ്മൾ ക്യാമ്പ്, പിന്നെ ചെറിയ ടൂർണമെൻറ്റ് UP അവിടെയൊക്കെ ടൂർണമെൻറ്റിന് പോയിരുന്നു. അതൊക്കെ അതിനെത്തി നമ്മൾ നോർമൽ ടർഫിൽ കളിക്കാൻ പോയി. ഫോക്കസ് ചെയ്ത് 11s പ്രൊഫഷണൽ ഫുട്ബോൾ നമ്മൾ 11s ടൂർണമെൻറ്റിനൊക്കെ പോയി. ഓൾ ഇന്ത്യ ഒരു എന്തോ ടൂർണമെൻ്റ് ആയിരുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഉത്തർപ്രദേശ് പോയിട്ടുണ്ട്. അവിടെ പോയി ഒക്കെ കഴിഞ്ഞ് ടീമായിട്ട് പോയൊക്കെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു ഇതിൻ്റെ. അപ്പോൾ അതൊക്കെ എൻ്റെ അന്നത്തെ എൻ്റെ മൈൻഡിൽ അതൊക്കെ സ്റ്റാർട്ടിങ് ആണ്, ഇനിയും ലെവലിലെത്തും നമ്മൾ അന്നങ്ങനെ ചിന്തിക്കുക. അങ്ങനെ എന്നിട്ട് ഓഫ് സീസണായി ഇവിടെ എത്തി. നമ്മൾ ടർഫിൽ നോർമലി കളിക്കാൻ പോകും നാട്ടിലത്തെ എല്ലാവരൊക്കെ. അങ്ങനെ പോയിട്ട് ഒരു ഇഞ്ചുറി പിന്നെയും കിട്ടി, സെയിം ഇഞ്ചുറി. ഈ റൈറ്റ് ലെഗിൻ്റെ ആംഗിൾ പിന്നെയും ടിസ്റ്റായി. ഞാൻ ഒരു റീല് കണ്ടിരുന്നു, ഏറ്റവും അടിയിൽ പോയപ്പോൾ ഒരു കാലം ഒരു സാധനം വെച്ചാണ് ഇങ്ങനെ അതന്നെ പ്ലാസ്റ്റർ ഇട്ടിട്ട് അത് ആംഗിൾ എന്താ പറയുക ട്വിസ്റ്റായിട്ട് അന്നത്തെ ആദ്യത്തെ ഇഞ്ചുറി അതായിരുന്നു. പിന്നെ അത് റിഹാബ് ആവും. ഞാൻ പിന്നെയും ഫിസിയോനെ കാണിക്കും, ലൈക്ക് സ്ട്രെങ്തനിങ് ചെയ്യും.
പിന്നെ ഞാൻ കളിക്കാറങ്ങും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പിന്നെ എനിക്കിത് കിട്ടും. എൻ്റെ മെയിൻ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, ആംഗിൾ ലിഗമെൻറ്റ് ട്വിസ്റ്റ് ആവുക എന്നുള്ളത്. ആംഗിൾ ട്വിസ്റ്റ് ആവുക, അങ്ങനെ ട്വിസ്റ്റായി എൻ്റെ കോൺഫിഡൻസ് പോലെ തുടങ്ങി. അതായത് ഫുട്ബോൾ ഇനി നടക്കില്ല ആ രീതിയിൽ. കാരണം ഞാൻ കോളേജും ഡ്രോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ കോളേജ് എന്തെടുത്തിന്, ഡിഗ്രി എന്തെടുത്തിന്? ഞാൻ ബികോമാ തോന്നുന്നുണ്ട്, ബികോം അല്ല BBA. അപ്പോൾ പഠിത്തത്തിൽ എന്തെങ്കിലും ഫോക്കസ് ഉണ്ടായിരുന്നു? അല്ല, അന്ന് ഈ ഫുട്ബോൾ ടൈമിൽ പഠിത്തം എന്ന സംഭവമേ ഇല്ല, ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. ലൈക്ക് +1 +2 മാർക്ക്, +1 +2 മാർക്ക് 93% ഒക്കെ ഉണ്ടായിരുന്നു. ഫോക്കസിൽ മാർക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ഇത് ഇറങ്ങി. ഫുട്ബോളാണല്ലോ, ഫുൾ ഫുട്ബോൾ. ഞാൻ പക്ക ഡ്രീമാണ് ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാന്നുള്ളത്, ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കാന്നുള്ളത്. ഇവിടെ എല്ലാവരും ചോദിച്ചാൽ കിട്ടും ഒരു ഡ്രീം എന്താ, ഇപ്പോൾ കളിക്കുന്ന കുട്ടികളോട് ചോദിച്ചാലും കിട്ടും ഡ്രീം വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാമെന്നാവും. അങ്ങനെ പിന്നെ നമുക്ക് നല്ല പാരൻസ് സപ്പോർട്ട് ഇല്ലാന്ന് ഒരിക്കലും പറയില്ല, പാരൻസ് സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ പഠിക്കുക, അതായത് കരിയർ കാലത്തൊക്കെ ഒന്ന് ഇങ്ങനെ ചിന്തിച്ചു. ഇഞ്ചുറി വന്നു, ഞാൻ ഭയങ്കര ഡീമോട്ടിവേറ്റ് ആയി. ലൈക്ക് ഇനി കഴിയൂല എന്ന രീതിയിൽ. അങ്ങനെ അപ്പോഴും ഉണ്ട് എനിക്ക് എന്തായാലും കളിക്കണം. കുറേ അതിൻ്റെ ഇടയിൽ കുറേ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ എന്നാലും പിന്നെയാണ് ഞാൻ ACC എടുത്തത് പഠിക്കാൻ കരിയറിലായിട്ട്. ലൈക്ക് അന്നത്തെ പിന്നെ ഗോളൊക്കെ മാറി. ഗോളെന്ന് വെച്ചാൽ ACCക്ക് പഠിക്കുക, ജോബിന് കയറുക, ലൈഫ് ഒന്ന് സെറ്റിൽ സേഫ് സോൺ എന്നുള്ള ചിന്തിക്കൽ തുടങ്ങി. അങ്ങനെ അല്ല ആസ് യൂഷ്വൽ എല്ലാവരും ചിന്തിക്കുക. അന്ന് ACC എന്നുള്ള കോഴ്സ് 2022 ഞാൻ എടുത്തത്, 22 ലാസ്റ്റിലേറ്റെ. അന്ന് ACC എന്നുള്ളതൊന്നും അങ്ങനെ ആർക്കും അറിയില്ല. ഇപ്പോൾ ട്രെൻഡിങ് ആണ്, എല്ലാവർക്കും അന്നിങ്ങനെ സ്റ്റാർട്ടിങ് ആണ് ഇതിൻ്റെ. ACC എന്നുള്ള കുറേ പേർക്ക് അറിയില്ലായിരുന്നു. ഞാൻ അറിയാത്തപ്പോൾ ചോദിക്കുമ്പോൾ എന്താ വെച്ചാൽ UK CA കോഴ്സാണെന്ന് അറിയില്ലേ അന്ന്. അങ്ങനെ എന്നിട്ട് പഠിക്കാനൊക്കെ തുടങ്ങി. അത് പാസ്സാവൽ തുടങ്ങിയിട്ട് പേപ്പർ വൈസ് ആണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പാസിങ് സംഭവം കിട്ടിയപ്പോൾ പിന്നെ ഫോക്കസ് അതിലായി. ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ അറിയാമല്ലോ. അങ്ങനെ പിന്നെ ഫുട്ബോൾ ഫോക്കസ് എല്ലാം കുറഞ്ഞിട്ട് പഠിത്തത്തിലായി. ഞാൻ എന്നിട്ട് പഠിക്കാൻ കോഴിക്കോട് എത്തി, പിന്നെ കോഴിക്കോടേക്ക് മാറി. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് മാറുന്നൊരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ലൈക്ക് ഫുട്ബോൾ എന്നുള്ള സംഭവം പ്രൊഫഷണൽ അന്നത്തോടെ നിന്നു. പക്ഷെ എന്നാലും എൻ്റെ മൈൻഡിലുണ്ട് എനിക്ക് പ്രൊഫഷണലായിട്ട് കളിക്കണം, ACC ഡ്രോപ്പ് ചെയ്താലോ. ആ സാധനം ഉള്ളിൽ ഇങ്ങനെ ഇടയ്ക്കുണ്ടാവും. എപ്പോഴും ഡബിൾ മൈൻഡിലുള്ള ഒരാളായിരുന്നു ഞാൻ ആ ടൈമിലൊക്കെ. ACC പഠിക്കും, എക്സാം ടൈം ആകുമ്പോൾ എല്ലാം ഡ്രോപ്പ് ചെയ്യും. ഞാൻ എന്നോട് പറയില്ല, എക്സാം ടൈം ആകുമ്പോൾ ഒരു 15-20 ദിവസം പഠിക്കാനായിട്ട് ഇരിക്കും, എക്സാം എഴുതും, ആ രീതിയിലാവും റൂട്ടീനൊക്കെ. പിന്നെ എക്സാം കഴിയും, പിന്നെയും കളിക്കാറും. കളി ഇങ്ങനെ നോർമലായിട്ട് നമ്മൾ ടഫ് പോവുക, ആ കളികളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ കളിക്കും ടഫൊക്കെ. അങ്ങനെ എന്നിട്ട് ലൈക്ക് ഒരു 6 പേപ്പറൊക്കെ ആയപ്പോഴാണ് തോന്നുന്നുണ്ട് 6 പേപ്പർ ആയാലും ഇനിയിപ്പോൾ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യേണ്ട, ബാക്കി കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ എത്തി. അങ്ങനെ ഫുട്ബോൾ മെല്ലെ മെല്ലെ ഇവഞ്ച്വലി ഇങ്ങനെ നിൽക്കൽ തുടങ്ങിയത്. പ്രൊഫഷണൽ ആവാന്നുള്ള മൈൻഡ് സെറ്റ് അവിടെ നിന്ന്. ഞാൻ ഓൾറെഡി ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തു കരിയർ വൈസിൽ. അത്യാവശ്യം എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഫുൾ എഫേർട്ട് ഇടാൻ കഴിയുന്നില്ല. ഞാൻ കുറേ ശ്രമിച്ചു, കഴിയുന്നില്ല. കാരണം ട്രെയിനിങ്ങിന് ഇറങ്ങിയിട്ടാണെങ്കിലും നടക്കില്ല, രണ്ടും കൂടെ എന്തായാലും നടക്കില്ല മനസ്സിലായി. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ഓൾറെഡി വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓൾറെഡി ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു ബൈക്കിൻ്റെയും കാറിനൊക്കെ റീല് മിക്സ് ചെയ്തിട്ടിട്ട് അത് 3.3 മില്യണൊക്കെ ആയി. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര നാക്കിട്ട് അല്ലേ, നമ്മൾ ആദ്യമായിട്ട് കാണില്ലേ 100K 200K. അങ്ങനെ എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ലൈക്ക് കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സംഭവം ഇപ്പോഴാണ് ഭയങ്കരമായിട്ട് എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഭയങ്കര സാച്ചുറേറ്റഡ് ആണ് എനിക്കറിയില്ല സാച്ചുറേറ്റഡ് ആണല്ലേ എന്നുള്ളത്. ബട്ട് എന്നാലും ഇപ്പോൾ എല്ലാവരും കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതാണ്. പക്ഷെ അന്ന് ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് ഭയങ്കര റയറായിരുന്നു. റയർ മീൻസ് നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ പറയുമ്പോൾ ആരും കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലാണ് പറയില്ല. അപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളൊരു ജോബ് പോലെയാണ് എല്ലാവരും പറയൽ. അങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിലെൻ്റെ ഫ്രണ്ട് ഉണ്ട് നിഹാൽ പറഞ്ഞിട്ട്, ആൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. ഞാൻ പറഞ്ഞില്ല എന്നോട്. അങ്ങനെ അവൻ പറഞ്ഞു ഈ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യേ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2023 ഡിസംബറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോ ഇടാൻ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ജിമ്മ് പോകണ ഇഷ്ടമായി. പിന്നെ എൻ്റെ ജേണി പറഞ്ഞല്ലോ, ഫുട്ബോൾ എന്നുള്ളത് മെല്ലെ ഒരു ജിമ്മ് പോക്കായി. പിന്നെ കുറച്ചൊക്കെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്യുക. ഞാൻ ഹൈറ്റ് ഇല്ലാത്തൊരു പ്രശ്നം എനിക്ക് ഉണ്ടായല്ലോ, കുറച്ച് ബോഡിയൊക്കെ ബിൽഡ് ചെയ്യുക. അപ്പോൾ കോൺഫിഡൻസ് കൂടും. കാരണം എനിക്കൊരു ഡ്രസ്സ് ഇടുമ്പോൾ ഷർട്ട് ഇടുമ്പോഴോ ഒരു കോൺഫിഡൻസ് ഇല്ല ആ ടൈമിൽ. നമുക്ക് ഫിറ്റ് ആണല്ലോ ഡ്രസ്സും. ഈ ടീഷർട്ടൊക്കെ ഇപ്പോൾ എടുത്തിടലാണ് തുടങ്ങിയത്, ഈ പോളോ ടീഷർട്ട്. അന്ന് മുടിയൊക്കെ ചെറുതായിരുന്നു. പിന്നെ മുടി ലൈക്ക് അതങ്ങോട്ട് വളർത്തി, അതായത് വെട്ടാതെ നിന്നു. അതിനൊരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഈ മുടി വളരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ആകെ അലമ്പായി നിൽക്കുന്ന സ്റ്റേജ് ഉണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് മുടി വളർത്തിയപ്പോൾ കുറേ പേര് മുടിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ വന്നു. അപ്പോൾ പിന്നെ എനിക്ക് മുടി വെട്ടാൻ തോന്നിയില്ല. അപ്പോൾ എനിക്കും ഒരു കോൺഫിഡൻസ് കിട്ടി ഹെയർ സ്റ്റൈലിലുമേ. പിന്നെ ഹെയർ സ്റ്റൈൽ അന്ന് മുതൽ ഇന്ന് വരെ മാറ്റിയില്ല. ഈ ഹെയർ സ്റ്റൈൽ കുറേ കാലമായിട്ട് ഈ കണ്ട മുതൽ പിന്നെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയല്ലേ. ആസ് യൂഷ്വൽ നമ്മളാ ഒരു ഏജിൽ നമുക്ക് റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ്, സെറ്റ് ആവുക. ആ ടൈമിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോർമൽ ഒതുങ്ങി ജീവിക്കുക, ഒരു നോർമൽ മൈൻഡ് സെറ്റ്, ഒരു ആവറേജ് മൈൻഡ് സെറ്റ് അന്നൊക്കെ. ഞാനൊരു പോയിന്റ് ആയിട്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ക്രിസ് വില്യംസിൻ്റെ പോഡ്കാസ്റ്റ് കേട്ടപ്പോൾ ഒരു ഇത് പറയുന്നതാണ്. അതായത് നമ്മൾ ആണുങ്ങൾ എന്താ പറയുക സിംഗിളായി നിൽക്കുമ്പോൾ നമ്മൾ ടെസ്റ്റോസ്റ്ററോണൊക്കെ പീക്ക് കയറും. നമ്മളൊന്ന് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ ഒന്ന് ഡ്രോപ്പ് ആവും.
നമ്മൾ റിസ്ക് എടുക്കണമൊക്കെ ഒന്ന് കുറയും. പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെയും കുറയും, നമ്മൾ റിസ്ക് എടുക്കണ പിന്നെയും കുറയും. ശ്രദ്ധിച്ചാൽ മതി, കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് പേടിയായി കാരണം പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതായത് അന്ന് വെച്ചാൽ നമ്മളൊക്കെ എൻ്റെ അൽഗോരിതം പിന്നെ ആസ് യൂഷ്വൽ ആ റിലേഷൻ ബ്രേക്കപ്പ് ആയി. അവിടെ നിന്നാണ് എല്ലാം ലൈഫ് ചേഞ്ചിങ് ആവണത്. എത്ര കാലം ഉണ്ടായിരുന്നത്? അത് എനിക്കൊരു 1 year ആ റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്താ പറയുക, അത് ഈ ഒരു വെർച്വൽ ടൈപ്പ് കേട്ടോ, ഓൺലൈനിലൂടെ അങ്ങനെയായിരുന്നു ചെറുതായിട്ട്. നേരത്തെ ചെറിയൊരു പരിചയം ആ രീതിയിൽ. നമ്മൾ അങ്ങനെ എന്താ അത് ബ്രേക്കായി. പിന്നെ എൻ്റെ അൽഗോരിതമൊക്കെ മാറി, ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതമൊക്കെ മാറി, മൊത്തത്തിൽ മൈൻഡ് സെറ്റൊക്കെ മാറി. എന്താ പറയുക, സെറ്റ് ആവണം. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് 2022 വേൾഡ് കപ്പ് എടുക്കുന്ന ടൈമിലാണ് ഇതൊക്കെ നടക്കുന്നത്. അർജൻറ്റീന വേഴ്സസ് മെക്സിക്കോ കളി എടുക്കുന്ന ദിവസമാണ്. അങ്ങനെ ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ പിന്നെ പിറ്റേ ഞാൻ ECA പഠിക്കുന്ന ടൈമാണ്. അതിൽ മെല്ലെ മൈൻഡ് സെറ്റ് മാറി തുടങ്ങി, അൽഗോരിതം മാറി. ആൻഡ്രൂ ടൈറ്റിൻ്റെ ഒരു കാലമായിരുന്നു അന്ന്. ആൻഡ്രൂ ടൈറ്റൊക്കെ വന്ന് ഫുൾ മോട്ടിവേഷൻ, എസ്കേപ്പ് ദ മാട്രിക്സ് കാര്യങ്ങൾ, ഫുള്ള് മൈൻഡ് സെറ്റ് ആയിരുന്നു. അങ്ങനെ ഫുൾ മൈൻഡ് സെറ്റൊക്കെ മാറി. ജിമ്മ് കയറി, ജിമ്മേറ തുടങ്ങി, ജിമ്മേറ സ്റ്റാർട്ട് ചെയ്ത്. ക്യാരക്ടറാ. പിന്നെ മാറി, പിന്നെ മൊത്തത്തിൽ ജിമ്മ് പോവാ. അന്ന് ആരും വേണ്ട, എനിക്ക് പാർട്ണറായിട്ട് ഇപ്പോഴും എനിക്ക് ജിമ്മ് പോകാൻ ആൾ വേണമെന്നില്ല. ഒറ്റയ്ക്ക് പോയി തുടങ്ങി. ഒരു ഹെഡ്സെറ്റും വാങ്ങിയിരുന്നു ഞാൻ. ഹെഡ്സെറ്റും വെച്ച് പാട്ടൊക്കെ ഇട്ട് ആ മൂഡിൽ വർക്കൗട്ട് ചെയ്യുക, ഫുള്ള് ആർക്കും മൂഡ്. അങ്ങനെ എന്നിട്ട് ഡെയിലി പോലെ തുടങ്ങി. അത് കൺസിസ്റ്റൻ്റ് ആയി. ജിമ്മ് പോകണ ഒരു ആ ഒരു സാധനം കിട്ടി, ആ ത്രില്ല് കിട്ടി. ജിമ്മ് പോയാൽ എന്താ ഒരു എനർജി മാറി, മൊത്തത്തിൽ മൈൻഡ് സെറ്റൊക്കെ മാറി. അങ്ങനെ കൺസിസ്റ്റൻ്റ് പോയി. എനിക്ക് പണ്ടുള്ള ഇഷ്യൂ ഞാൻ പറഞ്ഞു, ഹൈറ്റ് ഇല്ലാത്തത്. അപ്പം എനിക്ക് ബോഡി ഒന്ന് ബിൽഡ് ചെയ്യണം. അങ്ങനെ ജിമ്മ് പോയി, ബോഡി മൊത്തത്തിൽ ഒരു ഡൗൺഫോൾ ആയിക്കണേ. അന്നൊരു ഡൗൺഫോൾ ആയിരുന്നു. ഫുട്ബോൾ ഇഞ്ചറി വന്നു, ബ്രേക്കപ്പും കിട്ടി, മൊത്തത്തിലൊക്കെ ഒരുമിച്ച്. കോൺഫിഡൻസും കുറവ്. നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവർക്കും ബ്രേക്കപ്പ് ഒക്കെ ഒരുമിച്ചായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതേപോലെ നമ്മൾ ഫ്രണ്ട്സും നമ്മൾ റീൽസൊക്കെ ഷെയർ ചെയ്യുമല്ലോ. റീൽസ് ഫുൾ ഷെയറിങ് ചെയ്താ ഈ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു ആർക്ക് മൂഡ് ഉണ്ടല്ലോ, അതിനൊന്ന് അയച്ചു തരാം. നസീം ഉണ്ടായിരുന്നു. നസീം അയച്ചു തരും. അങ്ങനെ ഫുൾ ആർക്ക് മൂടായിരുന്നു. നസീമിനെ കുറച്ചുകൊണ്ട് പിന്നെ കാണാനില്ല, ആള് റീൽസ് അയക്കണില്ല. അപ്പം എനിക്ക് മനസ്സിലായി. അതിൽ നമ്മൾ ജിമ്മിനൊക്കെ പോകും, ഫുൾ നമ്മൾ സംസാരമൊക്കെ ഫുൾ ജിമ്മ് ആ മൂഡായി. പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ്, ആ ഒരു ഇറയ്ക്ക് കയറി. അത് മൊത്തത്തിൽ മാറി. അപ്പോൾ തന്നെ ഒരു ക്വാളിറ്റി കൂടി ഫീൽ ചെയ്യും. ഫ്രണ്ട് സർക്കിളിനുള്ള സംസാരം, കാര്യങ്ങൾ, ബോഡി ബിൽഡാകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അങ്ങനെ 6 pack ബിൽഡ് ചെയ്യാൻ കിട്ടുന്ന കോൺഫിഡൻസ്, അതൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. അങ്ങനെ മനസ്സിലായി ഈ ഫിറ്റ്നസ് എന്നുള്ള സംഭവം വേറെ തന്നെയാണ്. അന്ന് മുതൽ പിന്നെ ഞാൻ ഫിറ്റ്നസ് നമ്മൾ വിട്ടിട്ടില്ല. ലൈക്ക് നമുക്ക് അന്ന് ഫിറ്റ്നസ് എന്നുള്ള വേർഡാണൊന്നും അറിയില്ല. നമ്മൾ ജിമ്മിന് പോവാ, ആ സാധനം കിട്ടുക, ആ നാക്ക് കിട്ടി, ആ ഒരു ഒബ്സസ്ഡായി ആ സംഭവത്തിൽ. പിന്നെ അങ്ങനെ പോയി. എന്താ ലൈക്ക് ACCA പഠിക്കുന്നുണ്ട്, ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ മെല്ലെ വീട്ടിൽ തന്നെയായിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ACCA പഠിക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്കിൽ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ACCA ഫസ്റ്റ് 4 പേപ്പർ കഴിഞ്ഞാൽ പിന്നെ സ്കില്ലാണ്. സ്കിൽ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നാൽ ഇവിടുന്ന് മാറാം. ഞാൻ മഞ്ചേരിയായിരുന്നു പഠിച്ചിരുന്നത്. മഞ്ചേരി ഞാൻ ഒന്ന് വീട്ടിൽ നിന്നൊക്കെ മാറിക്ക രീതിയിൽ കോഴിക്കോടേക്ക് മാറി. പിന്നെ കോഴിക്കോട് നിന്നാണ് എൻ്റെ എല്ലാ ഗ്രോത്ത് ജേർണി സ്റ്റാർട്ട് ചെയ്യണത്. അതായത് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു രസം കിട്ടിയത് കോഴിക്കോട് എത്തിയപ്പോഴാണ്. ഞാൻ അവിടെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് അങ്ങനെ എനിക്കതിൽ മോണറ്റൈസ് ചെയ്യണം. ലൈക്ക് എനിക്കൊറ്റ ഒരു ഗോളുണ്ടായിരുന്നത് ACCAൻ്റെ ഇടയിൽ ആ മൈൻഡ് സെറ്റൊക്കെ ഷിഫ്റ്റ് ആയ ടൈമിൽ ACCA കഴിയണ മുന്നേ എനിക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യണം. അതാണ് എൻ്റെ ഗോള്. ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആയപ്പോൾ ഞാൻ ACCA കഴിയുമ്പോൾ ഒരു ആവറേജ് പേഴ്സണായിട്ട് ACCA അഫിലിയേറ്റ് ആവരുത്. അതിന് മുന്നേ അത് എവിടെയെങ്കിലും എത്തണം. മീൻസ് ഇൻ്റെതായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു ലൈക്ക് നോട്ട് ബീങ് ആൻ ആവറേജ് ചെയ്യാൻ, ഒരു ആവറേജ് ആൾക്കാരെ ചെയ്യുന്ന സംഭവം അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട്. അങ്ങനെയാണ് ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സാധനം ഞാൻ അന്ന് റിയലൈസ് ചെയ്യണത്, എന്താ സംഭവം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അന്ന് ഞാൻ കുറച്ച് ഫോറിൻ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് നിഹാൽ പറഞ്ഞിട്ട്, ഞാനോട് പറഞ്ഞില്ലേനോ, ഓന് ടെക്കിലാണ്, സോഫ്റ്റ്വെയർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. എന്നോട് പറഞ്ഞ് ഈ സ്റ്റാർട്ട് ചെയ്യ്, ഓനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം എങ്ങനെ വർക്കാവുക, എനിക്ക് ഒന്നും സ്പൂൺ ഫീഡ് ചെയ്ത് തന്നിട്ടില്ല. എന്നോട് പറഞ്ഞു ഈ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് അറിയണമെന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒറ്റ ടിപ്പാണ് പറഞ്ഞു തന്നത്. ഈ പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഓൾറെഡി ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു റീലിട്ടിട്ട് 3 million ആയപ്പോഴാണ് എനിക്കൊരു കിക്ക് കിട്ടിയത്. ആ വ്യൂസൊക്കെ വന്നപ്പോൾ എനിക്ക് ഓൾറെഡി വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. സാധാ VN വെച്ച് അന്ന് VN വെച്ചിട്ട് എഡിറ്റ് ചെയ്തതിന്. അങ്ങനെ പറഞ്ഞ് ഈ ഒരു 5-6 റീൽസ് ഉണ്ടാക്കിയിട്ട് പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. പഴയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെ അത് എന്നോട് ഞാൻ ചോദിച്ചു, എന്നോട് സെയിം ചോദ്യം ചോദിച്ചു, അത് അതിൽ സ്റ്റാർട്ട് ചെയ്തോടെ ചോദിച്ചു, അതിലിട്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറഞ്ഞത് ഈ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ എനിക്ക് അവിടെ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാണ്. മറ്റേത് ഓൾറെഡി എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് അറിയുന്ന ആൾക്കാരാണ്, എനിക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ മടി ഉണ്ടാവും. അതാണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ആരോടും പറയണ്ട, ഇട്ട് കൊടുക്കുക. ഞാൻ അത് ചെയ്തത് പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5-6 റീൽ ഉണ്ടാക്കി. നോർമൽ എനിക്കിഷ്ടമുള്ള ടൈപ്പ് ലൈഫ് സ്റ്റൈൽ റീൽസ് ഉണ്ടാക്കി, മോട്ടിവേഷൻ ടൈപ്പൊക്കെ. എന്നിട്ട് അത് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ആരോടും പറയാനൊന്നുമില്ല. കുറച്ച് അറിയുന്ന ആൾക്കാരൊക്കെ ഫോളോ ചെയ്തു. കുറച്ച് ആൾക്കാരെ ഇപ്പോൾ സ്റ്റിൽ കുറച്ച് ആൾക്കാരെ ഫോളോ ചെയ്യുന്നുള്ളൂ.
അങ്ങനെ അറിയുന്ന ആൾക്കാരെ ഫോളോ ചെയ്തു, ഞാൻ ഇടയിൽ തുടങ്ങി. എനിക്കതിനൊന്നും ഫീൽ ചെയ്ത് തുടങ്ങിയില്ല. 6 ദിവസം അടുപ്പിച്ചിട്ടു. വ്യൂസ് ഒന്നും ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, ഫോളോവേഴ്സൊന്നും ഇല്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ സ്ക്രീൻഷോട്ട്സ് ഉണ്ട് എല്ലാത്തിനും, 0 ഫോളോവേഴ്സ്, 100 ഫോളോവേഴ്സ്, 1000 ഫോളോവേഴ്സ്, അതിൻ്റെ ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു 100 ഫോളോവേഴ്സൊക്കെ ആയപ്പോൾ ആയി, 100 ഫോളോവേഴ്സ് ആയി. പിന്നെ അങ്ങനെ ഇടയിൽ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ നിർത്താൻ റീസൺ പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഒന്നും എന്താ പറയുക കിട്ടണില്ല. അതായത് 2022 സ്റ്റാർട്ടിങ് തുടങ്ങി, 2022 ഡിസംബറിലാണ് ഇടൽ തുടങ്ങിയത് റീൽസ്. 22 ലാസ്റ്റിൽ 2023 ലാസ്റ്റിലാണ് ഞാൻ റീൽസ് ഇടല്. ഐ മീൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടത്. ഫസ്റ്റത്തെ 5 റീൽസ്, അതായത് ഒരു റീല് ഒരു റീല് അങ്ങനെ 2024 ഫസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം നമുക്ക് സ്റ്റാർട്ടിങ് എന്തായാലും റിസൾട്ട് ഉണ്ടാവില്ല, ടൈം എടുക്കും. അതൊക്കെ ഇപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യണത്. അറിയില്ല, എന്തോ പ്രതീക്ഷിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, കോണ്ടന്റ് ക്രിയേഷൻ കയറിയ ലൈക്ക് മോണിറ്റൈസ് ആവുക, പൈസ ഉണ്ടാക്കാവുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു വിഷനോ ഒരു ഗോളോ ഒന്നുമില്ല ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം, നമ്മളൊക്കെ അയക്കത്തണുള്ളൂ നമ്മൾ എന്തൊക്കെ ബിൽഡ് ചെയ്യുന്നുള്ളത്. ഒന്നും നമുക്ക് ഞാൻ എപ്പോഴും ഇതൊക്കെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പോഡ്കാസ്റ്റും ഒക്കെ എത്തിപ്പെട്ടതാണ്. അങ്ങനെ പക്ഷെ എത്തിപ്പെട്ടിട്ട് പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യണം എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഒരു ടൈമിൽ സ്റ്റക്കായി കോണ്ടന്റ് ക്രിയേഷനിൽ. ഇനിയിപ്പോൾ ഇത് വേണ്ട, ഇപ്പോൾ ഇനി ബാക്കി പഠിച്ച് പണിക്കറാ അങ്ങോട്ടൊക്കെ ലൈക്ക് അങ്ങനെ ഇതിൽ തന്നെ. പക്ഷെ ജിമ്മ് പോക്കും കാര്യങ്ങളൊക്കെ അപ്പോഴും പക്കായിട്ടുണ്ട്. ഫിറ്റ്നസ് പിന്നെ അന്ന് തുടങ്ങിയിട്ട് ഇപ്പോഴും പക്കായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റോപ്പായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നിഹാൽ പറഞ്ഞു, ഈ എന്താ നിർത്തി, എന്താ പറയുക, ഇട്ടൂടെ എന്താ ആരും നോക്കണം, ഇട്ടൂടെ കുറേ ടൈം റിസൾട്ട് ഉണ്ടാവുള്ളൂ. അവൻ പറഞ്ഞ് ഫുൾ പുഷിങ് ആണ്. ഓനെ ഇനീഷ്യലി പുഷ് ചെയ്യുന്ന ഒരാൾ, ഇപ്പോഴും എന്നെ കുറേ ഹെൽപ്പ് ചെയ്യണം ഓനാണ്. അങ്ങനെ ഞാൻ പിന്നെ ഓൻ പറഞ്ഞ സാധനം പിന്നെ ചെയ്യൽ തുടങ്ങി. അതായത് എന്തെങ്കിലും ലൈക്ക് വേറെ കാര്യം ചെയ്യണം, പഠിക്കുക, ജിമ്മിന് പോകാമെന്നല്ലാണ്ട്. അപ്പോൾ പിന്നെ ഇത് എനിക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യൽ തുടങ്ങി. എനിക്ക് പറഞ്ഞു ഒരു സിസ്റ്റം ആക്കാറുണ്ട്, റിസൾട്ട് പ്രതീക്ഷിക്കുക, ഒരു സിസ്റ്റം ആക്കുക. ഇത് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന രീതിയിലാക്കാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ടത് ചെയ്തേണ്ടി, പക്ഷെ എനിക്ക് റിസൾട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ നിർത്തുമല്ലോ. അതിൽ ഓൻ പറഞ്ഞു കുറച്ച് സിസ്റ്റം ആക്കുക. അതായത് വീഡിയോ എടുക്കാവുന്ന ദിവസം ഏതാ, റീൽസ് ഇടുന്ന ദിവസം ഏതാ, അങ്ങനെയൊക്കെ ചെയ്യൽ തുടങ്ങാനോ. അപ്പോൾ നമുക്ക് മുന്നേക്ക് ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ പ്ലാൻ ഉണ്ടാക്കൽ തുടങ്ങി. അങ്ങനെ ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സംഭവത്തേക്ക് കറക്റ്റ് എങ്ങനെ മനസ്സിലായത്, അതായത് ആഴ്ചയിൽ ഇന്ന ദിവസം വീഡിയോ എടുക്കാൻ പോകും, അങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ ബിസിനസ്സുമായി ട്രീറ്റ് ചെയ്യാൻ അങ്ങനെ അതൊരു കറക്റ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺഡേ നമുക്ക് ജിമ്മിൽ ലീവാ, അതൊരു സിസ്റ്റം ആണല്ലോ ഇവിടുത്തൊക്കെ. അതേപോലെ തന്നെ ഞാൻ ലൈക്ക് സാറ്റർഡേ വീഡിയോ എടുക്കാനുള്ള ദിവസമാക്കും. അന്ന് വർക്കൗട്ട് ഉണ്ടാവില്ല എനിക്ക്, ഞാൻ വീഡിയോ എടുക്കാനാവുക. ഒരു 2 ഫിറ്റൊക്കെ ഉണ്ടാവും എൻ്റെ കയ്യിൽ. ഞാൻ ഇപ്പോൾ ജിമ്മ് കോട്ടക്കൽ ആംസ്ഫിറ്റ് അവർക്ക് വീഡിയോ എടുക്കാനായിട്ട് പോകലുണ്ട്, ഞാൻ പറഞ്ഞില്ലേനോ. അങ്ങനെ സാറ്റർഡേ അതെ, അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പോകും. കാരണം നമുക്ക് മുന്നേ കോണ്ടൻസ് വേണം. അങ്ങനെ ഒരു ദിവസം വീഡിയോ എടുക്കാനായിട്ട് ദിവസമായി, ഒരു ദിവസം ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ ദിവസമായി. ആ എഡിറ്റ് ചെയ്യുന്ന ദിവസം ഒരു 3 റീലെങ്കിലും എഡിറ്റ് ചെയ്യുക. അപ്പം മുന്നേക്ക് 3 ദിവസം ഇടാനുള്ള റീലായി. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്തായി, എനിക്ക് എൻ്റെ ഒരു ഇത് കുറഞ്ഞത് ഭയങ്കര ചിന്തിച്ചത് എങ്ങനെ ചെയ്യാനുള്ള സാധനമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇത് എന്നിട്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് ബാക്കി കാലം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി, ഇതും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇതിലേക്ക് ഇറങ്ങി ഈ സംഭവം നാക്കിട്ട് തുടങ്ങി. ഓക്കെ, അത് ക്ലാരിറ്റി കിട്ടും. അതായത് ഇവിടെ നമുക്കൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ ക്ലാരിറ്റി കിട്ടും. നമ്മളൊരു നോട്ട് എടുത്ത് എഴുതണം. ഞാൻ നോട്ട് എടുത്ത് എഴുതി. ഓക്കെ, നമുക്ക് മാസത്തിൽ 4 വീക്കാണ്. വീക്ക് 1 ഏത് ദിവസം വീഡിയോ എടുക്കാൻ പോകണം, എഡിറ്റ് ചെയ്യുന്ന ദിവസം ഏതിരിക്കണം, ഏത് ടൈം, എത്ര വീഡിയോ എഡിറ്റ് ചെയ്യണം, ഏത് വീഡിയോ എഡിറ്റ് ചെയ്യണം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സിസ്റ്റം ആയപ്പോൾ സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റി തുടങ്ങി. അങ്ങനെ അത് ഞാൻ കുറേ കാലം ഫോളോ ചെയ്തു. ഇപ്പോഴും ഫോളോ ചെയ്ത് ഇപ്പോൾ എനിക്കത് അത്ര ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അന്ന് ഫോളോ ചെയ്ത് കുറേ കാലം ഫോളോ ചെയ്ത് അത്യാവശ്യം റീൽസൊക്കെ ഇടൽ തുടങ്ങി. അതിൽ 1-2 വീഡിയോ റീച്ചായപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ സെറ്റാണെന്ന് മനസ്സിലായപ്പോൾ എന്തായി, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇടൽ തുടങ്ങി റീൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ആ ടൈമിൽ ലൈക്ക് ഞാൻ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് എങ്ങനെ ഇതിൽ നിന്ന് എമൗണ്ട് ഉണ്ടാക്കി വെച്ചപ്പോൾ കുറച്ച് കോച്ചിങ് ഒക്കെ കൊടുത്തിരുന്നു. കുറച്ച് ആൾക്കാർക്ക് എങ്ങനെ ഫിസിക്ക് ബിൽഡായെന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ അറിയണ കോച്ചസിനൊക്കെ വെച്ചിട്ട് ഓലെ നോളജും എൻ്റെ നോളജും കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് PT പോലെയൊക്കെ. പക്ഷേ പിന്നെ ചില പിന്നെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സ്കെയിൽ ചെയ്യണമെങ്കിൽ പിന്നെ അതൊക്കെ ഡ്രോപ്പ് ചെയ്തു. ജസ്റ്റ് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. എത്ര കാലം ചെയ്തു? കാരണം ഞാനും ചെയ്യാൻ നോക്കിയിരുന്നു, അല്ല അത് ഞാൻ മനസ്സിലായി. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ക്വാളിഫൈഡ് ട്രെയിനർ ആവണം PT കൊടുക്കണമെങ്കിൽ. കാരണം ഫോളോ അപ്സ് കാര്യങ്ങൾ, ഡയറ്റ് ചാർട്ട് ചെയ്യുക, കുറേ സംഭവങ്ങളുണ്ടല്ലോ. പക്ഷേ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, മനസ്സിലായി. കുറച്ച് ഒരു 2-3 ക്ലയൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓർക്ക് ചെറിയ റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി നമുക്കത് ഫോളോ അപ്പ് ചെയ്യാനും പറ്റാത്തതാകുമ്പോൾ പിന്നെ കഴിയൂലാന്ന് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനൊക്കെ എടുത്ത് ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യണം, ഒരു പേഴ്സണൽ ട്രെയിനർ, ഫിറ്റ്നസ് ട്രെയിനർ എന്ന രീതിയിൽ. പക്ഷെ എനിക്ക് അതിൽ ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയില്ല, ഫോളോ അപ്പ് ചെയ്യലും സാധനങ്ങളൊക്കെ. എൻ്റെ ഇൻട്രസ്റ്റ് ആണ് വീഡിയോ എടുക്കുക, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക,
പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ലൈക്ക് പാർട്ട് ഓഫ് മൈ ലൈഫാക്കി. ഏത് വീഡിയോ ഇടുക, ലൈക്ക് റീൽസ് എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, ആ സംഭവം ഇങ്ങനെ ഇതായി. പിന്നെ അതൊരു ഒരു ജോബായിട്ട് അല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്യാനുള്ള രീതിയിലൊക്കെ എത്തിയത് കുറച്ച് മുന്നാണ്. ഇങ്ങനെയൊക്കെ സ്കെയിൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അന്നൊക്കെ ജസ്റ്റ് റീൽസ് ഇടുക, ആ ഒരു ഇതിലിങ്ങനെ പോയി. എന്തായാലും ഞാനല്ലേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങോട്ട് എത്തണം, എങ്ങനെ എത്തിക്കണം എന്നുള്ളൊരു വിഷനേ ഇല്ലേനു. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു, അതായത് മോണിറ്റൈസേഷൻ നടത്തണം എന്നുള്ളത്. കോണ്ടന്റ് ക്രിയേഷൻ എന്തെങ്കിലും തുടങ്ങിയത് ലൈക്ക് എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ചെയ്യണം വെച്ചിട്ട് പിന്നെ മോണിറ്റൈസേഷൻ നടത്തണം ആ രീതിയിൽ. അങ്ങനെ പോയി എന്തായി, പിന്നെ നമ്മൾ രണ്ടാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഒപ്പം ഞാൻ കുറേ കാലം അത്യാവശ്യം ഇപ്പോൾ 2024 എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒക്കെ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ് ഈ ലുക്കിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഗ്രൂമിങ് ആയിക്കോട്ടെ, ഡ്രസ്സിങ് ആയിക്കോട്ടെ, അതുപോലെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണായിക്കോട്ടെ, ഈ സംഭവങ്ങളൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരാൾ എത്രത്തോളം നോക്കണം? അത് ഫസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു മീറ്റിങ്ങോ അല്ലെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് കോൺഫിഡൻസ് വേണമെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫിസിക്ക് വേണം. ഫിസിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡ്രസ്സിങ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ഡ്രസ്സിങ് ഫിറ്റായിട്ടുള്ള. എൻ്റെ കുറച്ച് മുന്നത്തെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ ആണ് ഹൈറ്റ് ഇല്ലാത്ത ഇഷ്യൂ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ഹൈറ്റും ഇല്ലായിരുന്നു, സ്കെൽറ്റനും ആയിരുന്നു. അതുകൊണ്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ ഷർട്ട് കാര്യം എടുക്കുമ്പോൾ ഫിറ്റ് ഉണ്ടാവില്ല, കൈ മടക്കുമ്പോൾ ലൂസായിട്ട് നിൽക്കുക. എനിക്ക് ഈ മടക്കുമ്പോൾ കൂടി ഫിറ്റായിട്ട് കിട്ടണൊക്കെ ഒരു കോൺഫിഡൻസ് ആണെന്നൊക്കെ അന്ന് അങ്ങനെ. പക്ഷെ അന്ന് അതൊന്നും കിട്ടില്ല. അപ്പം എന്തിനു ബോഡി സെറ്റാക്കണം ആ രീതിയിലായിരുന്നു. പിന്നെ ബോഡി സെറ്റ് നമുക്കിത് സെറ്റായതിനു ശേഷം മനസ്സിലാവുള്ളൂ ഈ കോൺഫിഡൻസ് ഫീൽ എങ്ങനെയാണ്, ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമുക്ക് ബോഡി ബിൽഡായി കഴിഞ്ഞതിന് ശേഷം. ഒന്നും വേണ്ട, നമ്മളൊരു ബൈസെപ്സ് സെറ്റ് ആകുമ്പോൾ ഒരാളാണ് ബൈസെപ്സൊക്കെ സെറ്റാണല്ലോ, ഒരു കോംപ്ലിമെൻ്റ് വരും, ഓക്കെ രസമാണ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ നമ്മൾ ഡ്രസ്സിങ് എന്നുള്ള നമ്മളെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞൊരു സംഭവമാണ്. നമ്മളെ അപ്പിയറൻസ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒരു മീറ്റിങ്ങിന്, നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിക്ക് പോകണം. നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്ത് പോകണം. ആ ഒരു വൃത്തി വേണം. നമ്മളെ ഐഡൻറ്റിറ്റി അതാണ് നമ്മൾ ഡ്രസ്സിങ്. അപ്പോൾ എപ്പോഴും കളേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ മാച്ചിങ് കളേഴ്സ്, ആ ഒരു കളർക്ക് ഈ കളർ മാച്ച് ആവുമോ. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ വൈറ്റൊക്കെ ഇടാൻ പറ്റിയ കളേഴ്സ് ഏതൊക്കെ, അപ്പോൾ അത് നോക്കുക, മാച്ച് ആവുമോ. വൈറ്റ് ഷർട്ടൊക്കെ ഏത് പാൻറ്റാണ് മാച്ച് ആവുക. അവരിപ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു ചങ്ങായിനെ സംബന്ധിച്ച് ഓന് ഡ്രസ്സിങ്ങിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണെങ്കിൽ യോനക്ക് അങ്ങനെ ഒരു ബേസിക് സംഭവം പറഞ്ഞു കൊടുക്കുക. ഡ്രസ്സ് സെലക്ട് ചെയ്യണേലും എന്നോട് ചോദിക്കലുണ്ട് ആൾക്കാർ, ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയും ബേസിക് കളേഴ്സ് സെലക്ട് ചെയ്യാനാണ്. വൈറ്റ്, പിന്നെ ഓഫ് കോഴ്സ് ബ്ലാക്ക്. ഞാൻ ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ഇട്ടിക്കണം എനിക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യാൻ. കാരണം ബ്ലാക്ക് എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ആണ്. ബ്ലാക്ക് എപ്പോഴും നമുക്ക് പോവാം, ഒരു മസ്കുലിൻ ഫീലാണ്. അങ്ങനെ എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ബേസിക്കായിട്ട് ബ്ലാക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും നമുക്ക് ബ്ലാക്ക് ടീഷർട്ട്, ബ്ലാക്ക് ഷർട്ട്, ബ്ലാക്ക് പാൻറ്റ്, ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വാർഡ്രോബിൽ വേണം. ഒരു വൈറ്റിലാണെങ്കിൽ ബേസിക്കായിട്ടൊരു വൈറ്റ് ഷർട്ട്, വൈറ്റ് ടീഷർട്ട്, ഇത് നമുക്ക് ബേസിക്കായിട്ടൊരു ലൈക്ക് മസ്കുലിനിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കളേഴ്സ്, എവർഗ്രീൻ സാധനങ്ങൾ. പിന്നെ നമ്മൾ ഒക്കേഷൻ ഇപ്പോൾ ഒരു കല്യാണ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പെരുന്നാൾ ലാസ്റ്റ് എടുത്ത ഒരു ബ്ലൂ പോലത്തെ ഒരു ലിനൻ ഷർട്ടിന്, ലിനൻ ഷർട്ട്സൊക്കെ ഫോക്കസ് ചെയ്യുക. ലിനൻ ഷർട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ ചെയ്യും. ലിനൻ ഷർട്ടും ഓൾഡ് സ്കൂൾ, ആ ഒരു ലൈക്ക് ഓൾഡ് മണി വൈബ്. പിന്നെ ഓൾഡ് മണിയൊക്കെ ട്രെൻഡ് ആയതാണ് കുറച്ച് മുന്നേ. അതിന് മുന്നേ ട്രെൻഡ് ആവണ മുന്നേ തന്നെ ഈ ഫിറ്റിംഗ് ഒക്കെ അറിയാം. പിൻട്രസ്റ്റ് ഒക്കെ നോക്കി സേവ് ചെയ്ത് വെച്ചിൻ്റെ ഗാലറിയിൽ ഇപ്പോഴും ഉണ്ടാവും ഫിറ്റ്സ് ഏതൊക്കെ എടുക്കണം. ഇമാൻ ഗാഡ്സിനെ കണ്ടിട്ട് ആ രീതിയിലൊക്കെ. അങ്ങനെ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ബ്ലാക്കും വൈറ്റും നമ്മൾ വാർഡ്രോബിൽ വേണം. നമ്മൾ ഫിസിക്ക് സെറ്റ് ചെയ്യുക. എല്ലാവരും കൊണ്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആണെങ്കിൽ ഞാനല്ലെങ്കിൽ നമുക്കൊരു ജേണി ഉണ്ടായിരുന്നു. ഈ ജിമ്മ് പോകണ മുന്നേ, ബോഡി സെറ്റ് ആവണ മുന്നത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടാവും. ഒരു ഡ്രസ്സ് ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻസ് എങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സ് എടുക്കണ മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എടുക്കണ മുന്നേ മീൻസ് ഡ്രസ്സിങ് ഞാൻ പറഞ്ഞു ബ്ലാക്ക് വൈറ്റ് ഡ്രസ്സിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഒരേപോലെ തന്നെ നമ്മൾ ഫിറ്റ്നസ് എന്നുള്ള സംഭവം കൊടുക്കണം. ഫിറ്റ് ആവാന്നുള്ള, ജിമ്മിൽ പോയിട്ട് ഫിറ്റ് ആവാന്നുള്ളത്. അത്രയുള്ള ഞാൻ ഒരു സംഭവം എന്താ വെച്ചാൽ എനിക്ക് റീസെൻ്റ് മനസ്സിലായത്, ഞാൻ ജോക്കിൻ്റെ നോർമൽ ഒരു 450-500 ടീഷർട്ട് ഇട്ടാണ് ഞാൻ കഴിഞ്ഞ കേരള സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് പോയത്. പക്ഷെ അന്ന് എല്ലാവരും ചോദിച്ചത് എന്നോട് എന്താ വെച്ചാൽ ടീഷർട്ടിൻ്റെ ലിങ്ക് എന്താ ചോദിച്ചത്. പക്ഷെ അതേ ടീഷർട്ട് ഒരു സാധാ ആളിട്ട് കഴിഞ്ഞാൽ ഞാൻ സ്മോൾ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു കറക്റ്റ് ഫിറ്റും വയറില്ലാത്തതുകൊണ്ടാണ് അത് ആ ലുക്കിൽ നിൽക്കുന്നത്. ടീഷർട്ടിൻ്റെ പ്രത്യേകത അല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഫിറ്റ് എന്നുള്ളതും ഹെൽത്തി എന്നുള്ളതും രണ്ടും വേറെ വേറെയാണ്. ഒരിക്കലും നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ആൾ സ്കെൽറ്റ് ആയതുകൊണ്ട് ആൾ ഹെൽത്ത് ഇല്ല എന്നുള്ളത്. ഫിറ്റിങ്സ് പറഞ്ഞാൽ നമുക്ക് ഫിറ്റ് ആവണമെങ്കിൽ ഒന്നുകൂടി സ്ട്രെങ്തനിങ് ചെയ്ത് പ്രോട്ടീൻ്റെ കറക്റ്റാക്കി നമ്മൾ ഡിപ്പെൻസ് ഓരോരുത്തരുടെ ഗോളാണ്. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടണം, ബോഡി ബിൽഡ്. ചിലർക്ക് ബോഡി ഇല്ലാതെ തന്നെ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയണേ ഞാൻ എങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഓരോരുത്തർക്കും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ആരോ ജഡ്ജ് ചെയ്ത് ആ പെർസ്പെക്റ്റീവിന്. അപ്പോൾ നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റും ഹെൽത്തും രണ്ടും മാറ്റമുണ്ട്. ഫിറ്റാണെങ്കിൽ ജിമ്മിന് പോയിട്ട് ബോഡി ബിൽഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിറ്റുള്ള ടീഷർട്ടും ഷർട്ടും കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഫസ്റ്റ് തന്നെ മീറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ പറഞ്ഞാൽ ഇതിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളാണ്. ജിമ്മിൽ പോകുന്നുണ്ട്, പക്ഷെ പക്ക ഡിസിപ്ലിൻ. ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഡ്രസ്സ് അങ്ങനെ ഒരുപാട് എടുക്കുന്ന ആളല്ലെങ്കിലും ഉള്ളത് ഫിറ്റ് നോക്കിയാണ് എടുക്കുന്നതാണ്, അല്ലെങ്കിൽ കളർ നോക്കി എടുക്കുന്നുണ്ട്. പക്ഷെ അന്ന് അതൊന്നുമില്ലേനു. ഗ്രൂമിങ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ്. പിന്നെ നിങ്ങളെ ഫ്രണ്ട് സർക്കിൾ അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്
ആസ് എ മാൻ നമ്മൾ ഒരു പരിപാടിക്ക് പോകണമെങ്കിലും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലുക്ക് നോക്കണം, ഫിറ്റ് നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ഇതിൻ്റെ ഡ്രസ്സിങ്ങും ഗ്രൂമിങ്ങും പിന്നെ അതേപോലെ തന്നെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കത് ആഡ് ചെയ്യാൻ തോന്നി. സോ എനിക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഈ എൻ്റെ അംബീഷൻ, അതായത് ഗോള്, ഈ സംഭവങ്ങൾ, കരിയർ, അതിൻ്റെ ഒപ്പം എൻജോയ്മെൻറ്റും കൂടി ബാലൻസ് ചെയ്യുന്നത്? ഞാൻ ഭയങ്കര രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയും ഈ ടൈമൊക്കെ വേണം. നമ്മൾ ഇപ്പോൾ ലോക്കിൻ, അതേപോലെ ഡിസിപ്ലിൻ, മൈൻഡ് സെറ്റ്, ഈ സംഭവമൊക്കെ ഞാനൊക്കെ യൂസ് ചെയ്യണ വേർഡാണ് ഇത് എൻ്റെ റീൽസിലാണെങ്കിലും സ്റ്റോറിയിലാണെങ്കിലൊക്കെ. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമാണ്, ലൈക്ക് പീസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഫാമിലിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അംബിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റേതായിട്ടുള്ള സംഭവം പറയുകയാണെങ്കിൽ ലൈഫിൽ നമുക്ക് അൾട്ടിമേറ്റ് പീസാണ് വേണ്ടത്. നമ്മൾ മണി, ലൈക്ക് ഗേൾസ് ഇതൊക്കെ ചെയ്ത് പോകുമ്പോഴൊക്കെ നമുക്ക് എന്താണ് പീസ് എന്നുള്ള സംഭവം, സമാധാനമാണ് അൾട്ടിമേറ്റ് ഗോൾ. അപ്പോൾ ഞാൻ ബാലൻസ് ചെയ്യാണ്, അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളെന്നല്ല. അതായത് എനിക്ക് ഓൾറെഡി ബ്ലെസ്സിങ് ആയിട്ട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ വളർന്നപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ്, അതായത് ടൈം സ്പെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ക്വാളിറ്റി ടൈം. നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ടോക്സ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ സാധാരണ നോർമൽ ടോക്സ് ഉണ്ടാവും, എല്ലാ ടോക്സും ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫാവും. ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മൾ എങ്ങോട്ടെങ്കിലും പോയി ചായ അടിച്ചിരിക്കുക. നമ്മൾ സോഷ്യൽ ക്രീച്ചേഴ്സാണ്. അതെ, സോഷ്യൽ ക്രീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് അത് വേണം. അങ്ങനെ ചായ അടിക്കാൻ പോവുക, ബാക്കി നമ്മളെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അതിലോട്ട് അങ്ങോട്ട് അഡിക്റ്റഡ് ആവാണ്ട്, അതായത് ജസ്റ്റ് വൈബ് മാത്രം അഡിക്റ്റഡ് ആവാണ്ട് നമ്മളെ കാര്യങ്ങൾക്ക് നമ്മൾ ടൈമിങ്, ടൈം ബ്ലോക്ക് കാര്യങ്ങൾ, ടൈം മാനേജ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ എണീക്കുന്ന ടൈം എപ്പോഴും വേണ്ടി, ഉറങ്ങുന്ന ടൈം, അതേപോലെ തന്നെ ജിമ്മിന് എപ്പോൾ വേണം. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് സർക്കിളും ഈ ജിമ്മിനൊക്കെ പോകുന്നവരൊക്കെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി അങ്ങനെ ആവും. എല്ലാവരും ജിമ്മിന് പോകുന്ന ടൈം ഉണ്ടാവും, ജിമ്മ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ രീതിയിൽ നമ്മളൊക്കെ അങ്ങനെ ഇറങ്ങി ജിമ്മ് കഴിഞ്ഞിട്ട് ഇറങ്ങും, ജിമ്മ് കഴിഞ്ഞിട്ട് വിളിക്കുക. ഫ്രണ്ട്സ് സർക്കിൾ അങ്ങനെയാണ്. അതെ, ജിമ്മ് കഴിഞ്ഞിട്ട് വിളിക്കുക, ജിമ്മ് കഴിഞ്ഞിട്ടാണ് ജിമ്മിന് നമ്മൾ ഇടയ്ക്ക് ഒരുമിച്ച് പോയി വർക്കൗട്ട് ചെയ്യും, നമ്മളിടയ്ക്ക് പോകലുണ്ടല്ലോ, അതേപോലെ തന്നെ. അപ്പോൾ ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ സർക്കിൾ ഓരോ പോലെയാണ്. നമ്മളത് ബാലൻസ് ചെയ്യുക മീൻസ് ഒരിക്കലും നമ്മളത് സാക്രിഫൈസ് ചെയ്യണോ വേണ്ടെന്നുള്ള എനിക്കറിയില്ല. ഓരോരുത്തരുടെ ഗോൾ ഓരോന്നാണ്. ചിലപ്പോൾ അത്രയും ലോക്കിൻ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണത്. ഫ്രണ്ട്സ് സർക്കിളായിട്ടും ഫാമിലി ആയിട്ടും എനിക്കിഷ്ടമുള്ളവരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക. നല്ല ജിമ്മിന് പോകുന്നുണ്ട്, ഞാൻ റണ്ണിങ് നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ. അടിപൊളി. ഇപ്പം എൻ്റെ ഒരു സർക്കിളിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഹൈ റോക്സ് ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെ വലിയൊരു, ഒന്നാമത് എനിക്കങ്ങനെ ഹൈബ്രിഡ് അത്ലീറ്റ്സോ അല്ലെങ്കിൽ അത്ര വലിയൊരു അത്ലീറ്റ്സിൻ്റെ ഇതിൽ അത് വലിയ സർക്കിളില്ല. അപ്പോൾ എനിക്ക് അറിയണേൽ ഈയാണ് ഇപ്പോൾ ഹൈ റോക്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നത് ബാംഗ്ലൂരിലുള്ള. അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, അതേമാതിരി തന്നെ ഇനി ഫ്യൂച്ചറിൽ ഇതിഞ്ഞ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇനി അയൺമാൻ എങ്ങനെയൊക്കെയാണ് ഗോൾസ് ഉള്ളതെന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് ഓഫ് ഓൾ ഹൈ റോക്സ് ചെയ്യുന്ന ഒരാൾക്ക്, മെജോറിറ്റി ആൾക്കാർക്ക് ഒരു ഗോളാണ് അയൺമാൻ ചെയ്യാന്നുള്ളത്. അയൺമാൻ ഒരു ഗോളാണ്. അപ്പോൾ ഹൈ റോക്സ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നായിട്ട് നമ്മൾ റീൽസിലും ഇതിലൊക്കെ ഇങ്ങനെ കാണും. റീൽസിൽ ഹൈ റോക്സ് ആ ഒരു റീൽസ് ഫുൾ പുറത്തത്തെ വൈബ് കാണാം, നല്ല രസമാണ് ആ ഒരു ആംബിയൻസും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് അന്ന് തന്നെ ഒരു ഇതുണ്ട് ഡ്രീം, ഇത് വലിക്കണോ റോയിങ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നല്ല രസമാണ്, ഇത് ചെയ്യണം, ആ ഒരു ആംബിയൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു മൂഡ് വേറെ തന്നെ. അതിൽ എന്താ പറയുക, എൻ്റെ നമ്മളെ ഫ്രണ്ട് ഉണ്ട് അനീസ്കാർ എന്നിട്ട്, മുപ്പര് അത്ലറ്റാണ്, റണ്ണിങ് അത്ലറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ ജിമ്മിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അങ്ങനെ മൂപ്പര് നമുക്ക് ഹൈ റോക്സ് ചെയ്താലോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഹൈ റോക്സ്, അതൊരു ടിക്കറ്റ് പ്രൈസ് ഒരു 7K 8K അടുത്തുണ്ട് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവരെ ആലോചിച്ചു, ഡബിൾ മൈൻഡ് വന്നു. പിന്നെ ആലോചിച്ചപ്പോൾ ഒറ്റയടിക്ക് ചെയ്യുക, ഒറ്റ മൈൻഡിൽ എന്തായാലും ചെയ്യുക, എന്തായാലും പിന്നെ ചെയ്യുക വിചാരിച്ചിരിക്കുമ്പോൾ ചെയ്യൂല, ലേഖാക്കണ്ട. ഏപ്രിലൊന്ന് വരുന്നുണ്ട് ബാംഗ്ലൂരിൽ, മൂപ്പർക്ക് വിളിച്ചു, ഞാൻ ചെയ്യല്ലോ ചോദിച്ചു. അത് ചെയ്യാറ് ഡബിൾസ് ചെയ്യായിരുന്നു. അങ്ങനെ ടിക്കറ്റ് ഫുള്ള് സോൾഡ് ഔട്ടായി. അതിൽ ആകെ ഒരു ബാഡായി. ചെയ്യാമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ചെയ്യുമ്പോൾ കിട്ടിയില്ല. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ അവർക്ക് മെയിൽ അയച്ചു, മെസ്സേജ് അയച്ചു. അങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ എന്നത് ഇടയ്ക്ക് സ്ലോട്ട് എന്താ പറയുക ഓപ്പൺ ആവും, അങ്ങനെ ഇടയ്ക്ക് നോക്കിയാൽ മതിയായിരുന്നു. ക്യാൻസൽ ആവും. ഇടയ്ക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആയാലും ചിലപ്പോൾ ടിക്കറ്റ് ഓപ്പൺ ആവും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കൽ തുടങ്ങി. ഓപ്പണായി, നേരെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ തന്നെ എപ്പോഴും ഓപ്പൺ ചെയ്ത് അപ്പോൾ തന്നെ ഞാനും അന്വേഷിക്കാൻ ഞങ്ങൾ ഡബിൾസ് രജിസ്റ്റർ ചെയ്തു. എക്സ്പീരിയൻസ് തരാൻ ഫസ്റ്റ് ഹൈ റോക്സ് ആയിരുന്നു. നല്ല ഡിഫിക്കൽട്ടാണ് അത്. റണ്ണിങ് നമുക്ക് അത്യാവശ്യം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയൊരു റേസാണ് ഹൈ റോക്സ്. അങ്ങനെ വിചാരിച്ച പോലെ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 120 ലൈക്ക് 1 hour 20 minutes ലൈക്ക് ഞങ്ങൾ ടൈം സെറ്റ് ചെയ്തിരുന്നത് കംപ്ലീറ്റ് ചെയ്യണം. ഹൈ റോക്സ് ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള എക്സ്പീരിയൻസ്. ഹൈ റോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റണ്ണിങ്ങും അതേപോലെ സ്റ്റേഷൻസും മിക്സ് ആയിട്ട് വരുന്ന റേസാണ്. വർക്കൗട്ട്സ്, അതായത് റോയിങ്, സ്കിയഗ്, സ്ലെഡ് പുഷ്, ആ കാര്യങ്ങളൊക്കെ.
ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് 1 കിലോമീറ്റർ റണ്ണ്, പിന്നെ സ്റ്റേഷന് 1 കിലോമീറ്റർ റണ്ണ്, അങ്ങനെ 8 സെറ്റ് ടോട്ടൽ ഉണ്ടാവും. 1 കിലോമീറ്റർ ഓടുക, എന്നിട്ട് പിന്നെ ഒരു വർക്കൗട്ട് ചെയ്യുക, പിന്നെ 1 കിലോമീറ്റർ ഓടുക, പിന്നെ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ 8 ലാസ്റ്റത്തെ നമ്മുടെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വാൾ ബോൾസാണ്. വാൾ ബോൾസ് നമുക്ക് 100 ചെയ്യാണ്ടാവും. ഞങ്ങൾ ഡബിൾസ് ചെയ്ത് എത്ര kg ഉണ്ടാവും? അത് 6 kg. ഞങ്ങൾ ഓപ്പൺ ചെയ്തത്, ഓപ്പണും പ്രോ ഉണ്ട് ഐറോക്സിൽ. ഓപ്പണിൽ വെയിറ്റ് കുറയും, പ്രോയിൽ വെയിറ്റ് കൂടും. ഈ വാൾ ബോൾസ് 6 kg. എനിക്ക് ലാസ്റ്റ് ഞാൻ വിചാരിച്ച ടൈം 120 ആണ്. ഞങ്ങൾ രണ്ടാളും 1 hour 20 minutes. ആ വിചാരിച്ച എക്സ്പെക്ട് ചെയ്ത ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ലാസ്റ്റ് സെറ്റിൽ ലഞ്ചസ് കഴിഞ്ഞിട്ട് റൺ ചെയ്തപ്പോൾ ലാസ്റ്റ് ലാപ്പ് റണ്ണിൽ കാഫും അതേപോലെ ഹാംസ്ട്രിങ്ങും ലഞ്ചസ് വെയിറ്റ് ഇട്ടാണ്ടല്ലേ, വെയിറ്റ് 20 kilos. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാഫ് ഹാംസ്ട്രിങ്ങും വലിഞ്ഞു റണ്ണിനിടയിൽ. അവിടെ കടന്നു. അവിടെ ഫിസിയോസ് ഉണ്ടാവും സൈഡിൽ, സ്ട്രെച്ച് ചെയ്തിരുന്നു, കുറേ സ്പ്രേ ഒക്കെ അടിച്ച്. ലാസ്റ്റ് ഞാൻ മെല്ലെ വാക്ക് ചെയ്ത് ജോഗ് ചെയ്തിട്ടാണ് ലാസ്റ്റത്തെ സെറ്റിലെത്തിയത്. അനീസ്ക്ക് വെയിറ്റ് ചെയ്യണേനു, ഇപ്പോൾ ടൈമിന് കറക്റ്റ് എത്തിന്. അങ്ങനെ വാൾ ബോൾസ് ചെയ്ത് എത്ര കൗണ്ടാണെന്ന് ഓർമ്മയില്ല. ഒരു കൗണ്ട് ചെയ്യും ഉദ്ദേശിച്ചിട്ട് കറക്റ്റ് മേലെ തട്ടണം. നമ്മൾ സ്കോട്ട് പൊസിഷൻ പോയിട്ട് കറക്റ്റ് ഇടണം. അങ്ങനെ ഞാനൊരു 20 ചെയ്തു. പിന്നെ എനിക്ക് കൗണ്ട് കറക്റ്റ് അറിയില്ല. 100 കംപ്ലീറ്റ് ചെയ്തു. ടൈം നോക്കിയപ്പോൾ 1:37. അതിൽ 2 minute പെനാൽറ്റിയും കിട്ടിയാണ്. നമ്മളെന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്താൽ നമുക്ക് പെനാൽറ്റി കിട്ടും, ടൈം എക്സ്ട്രാ ആഡ് ചെയ്യും. അങ്ങനെ 1:30 കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എന്നാലും നമുക്ക് പ്രശ്നമില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എക്സ്പെക്ട് ചെയ്ത ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഒരിക്കലും വിചാരിച്ച ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സംഭവമൊന്നുമില്ല. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കുറേ ആൾക്കാരുണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്, കുറേ ആൾക്കാർ സംസാരിക്കാൻ പറ്റി. പിന്നെ നമ്മൾ കുറേ ക്രിയേറ്റേഴ്സിനെ കണ്ടു. ഓൾറെഡി ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഓരോ കണ്ടു, ഓരോരുത്തർക്ക് സംസാരിച്ചു. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ കിട്ടി. ഡാനിയലിനെ കണ്ടു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ്. കുറേ ആൾക്കാരെ കാണാൻ, ഓരോരുത്തരും ഓരോ ജേണിയാണ്. നല്ല രസമാണ്. അതൊരു ഹാളിലാണ് ഉണ്ടാവുക. അത് ഫുള്ള് ഈ ആൾക്കാരാവും, കോമ്പറ്റീഷനിൽ വന്നവരാവും. ഓരോരുത്തരും അതെ അതെ. ഈ ഒരു ഫിറ്റ്നസ് എന്നുള്ള സാധനം ഭയങ്കര പാഷനേറ്റുള്ള ആൾക്കാർ ഇതിനുള്ളിൽ ഉണ്ടാവും. അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വരണം, ടിക്കറ്റ് എടുത്തിട്ട്, ടിക്കറ്റ് പ്രൈസൊക്കെ. അങ്ങനെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ഗോളാണ് വെക്കുക. ചിലർ കംപ്ലീറ്റ് ചെയ്യണം, ചിലർ കപ്പിളായിട്ട് വരുന്നവരുണ്ട്, ചിലർ പോടി അടിക്കണം, ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് അടിക്കണം. ഈ ഒരു ഡ്രസ്സെല്ലാം ഇട്ടിന്ന് പോയപ്പോൾ ഈ ഫിറ്റ് ആയിട്ടുണ്ട് ഗവൺമെൻറ് ആ ഒരു ബാഗും ഓക്കെ. അപ്പോൾ ഇനി എങ്ങനെയാണ് അയൺമാൻ്റെ കാര്യങ്ങളൊക്കെ? അല്ല, അതിൻ്റെ ട്രെയിനിങ് എങ്ങനെയാണ് ഐറോക്സിൻ്റെ? സത്യം പറഞ്ഞാൽ ട്രെയിനിങ് ഇതിൽ ഇപ്പോൾ കോഴിക്കോടൊക്കെ കുറേ ട്രെയിനേഴ്സും കാര്യങ്ങളും പ്ലാനും ഞങ്ങൾ പ്ലാനും കാര്യങ്ങളും എടുത്തിട്ടില്ലേനു. ഞാനും അനീസ്ക്ക് ലൊക്കേഷൻ വേറെ, ഞാനും ലൊക്കേഷൻ വേറെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. അതൊരു സത്യമാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്ന അവിടുന്ന്? അല്ലല്ല, ഞങ്ങൾ അതിൻ്റെ ഒരു ലാസ്റ്റ് 2 weeks ഞങ്ങൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തിരുന്നു. ആ ഒരു 2 weeks മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തായിട്ടുള്ളൂ. പിന്നെ റണ്ണിങ് ഞങ്ങൾ വേറെ ചെയ്തിരുന്നു. മുപ്പൊരു മുക്കും, ഞാൻ മലപ്പുറം, അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട്, അങ്ങനെ ഉണ്ടായിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് ഇതിൻ്റെ ഒപ്പം കൊടുക്കാം. സെറ്റാക്കാം. ട്രെയിനിങ് ഒന്നും അത്ര അടിപൊളിയായിട്ടില്ലേനു. കോച്ചിങ് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അധിക സ്ഥലത്തുണ്ട്. ഞങ്ങളൊന്നും എടുത്തിട്ടില്ലേനു. ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ അറിയണ ഒരു ഇതൊക്കെ വെച്ചിട്ട് തന്നെ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെയ്തതാണ്. നമുക്ക് എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ജേണിനെ കുറിച്ച് സംസാരിക്കാം. ഈ പ്രൈം സർക്കിളിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ വന്നത്, അതുപോലെ എനിക്കറിയാം ഇതിൽ നമുക്ക് മെൻറ്റേഴ്സൊന്നുമില്ല, ഇത് പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഫിഗർ ഔട്ട് ചെയ്തേ കയറി ജേണി. ഇപ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ട് ഏകദേശം? ഇപ്പോൾ ഒരു 60. അപ്പോൾ അത്രയും ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു ജേണി ഉണ്ടല്ലോ, അത് ഒറ്റയ്ക്ക് തുടങ്ങി, പിന്നെ അത് മാർക്കറ്റ് ചെയ്ത്, പിന്നെ ആൾക്കാർ വന്ന് ഓഫ്ലൈൻ ഇവൻറ്റ് നടത്തി, ഓൺലൈൻ ഇവൻറ്റ് നടത്തി, ഇവരൊക്കെ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത്, ആ ഒരു ജേണി മൊത്തത്തിലൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ അടിപൊളിയാവും. കമ്മ്യൂണിറ്റി എന്നുള്ളത് നമ്മൾ ഓൾറെഡി രണ്ടാളും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു ജേണിയാണ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നുള്ളത്. ഇത് ലൈക്ക് സർവീസ് ബേസ്ഡ് സംഭവം. അങ്ങനെ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യണത് എന്തായാലും സെപ്റ്റംബർ ടൈമിലാണ്, 2025 സെപ്റ്റംബറിൽ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കിതിൽ എന്താ ചെയ്യേണ്ടി എന്നുള്ളതോ കറക്റ്റ് ധാരണ ഇല്ല എങ്ങനെ. കാരണം നമുക്കിത് പറഞ്ഞു തരാറില്ല, ലൈക്ക് മെൻറ്ററായിട്ട് ആരില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് നിഹാലിനാണില്ലേ, ഓനാണ് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്യല്, ലൈക്ക് ഈ പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഈ കമ്മ്യൂണിറ്റിയൊക്കെ എത്തിയത് നമ്മൾ രണ്ടാളും ചെയ്യാനുള്ള പ്ലാനിലും. പിന്നെ അതേപോലെ തന്നെ ഒന്ന് പറഞ്ഞാൽ കുറേ മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട്, എങ്ങനെ ബ്രോ കൺസിസ്റ്റൻ്റ് ആവണത്. കുറേ നല്ല ആൾക്കാർ നല്ല മെസ്സേജ് നമുക്ക് അയക്കലുണ്ട് അവർക്ക് ഹെൽപ്പിന്, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് നമ്മൾ ഓഡിയൻസ് ആൾക്കാർ. അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് പറ്റിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കാൻ അടിപൊളിയാവും എന്നുള്ള സംഭവമാണ് എൻ്റെ തോട്ടിലുണ്ടായിരുന്നത്. നല്ലൊരു നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റിയ സ്പേസ്, ഈ സെയിം മൈൻഡ് സെറ്റൊക്കെ ഉള്ള ആൾക്കാർ, ഫിറ്റ്നസ് അങ്ങനത്തെ ഒക്കെ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഡെവലപ്പ് ആവണം രീതിയിലുള്ള. അങ്ങനെ ഈ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു. കാര്യമായിട്ട് ഇതിന് കുറേ ലൈക്ക് പ്ലാനിങ്ങും ചെയ്തിട്ടില്ല, കുറേ പ്ലാൻ ചെയ്താൽ നടക്കില്ല എന്നറിയാം. അങ്ങനെ നിഹാലിൻ്റെ ഓഫീസിൽ പോയി ഓനോട് ഇങ്ങനെ കാര്യമൊക്കെ സംസാരിച്ചു, ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം, എന്താ ചെയ്യുക. അപ്പോൾ ഓന് ടെക് ആയതുകൊണ്ട് ഓനക്ക് പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഓനക്ക് കുറേ പ്ലാറ്റ്ഫോം കാണിച്ചു തന്നു. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അന്നിൻ്റെ കയ്യിൽ പൈസ ഇല്ല അതിന് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ. 2500 അതിന് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ, പെർ മന്ത് 2500. അതിലിങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്ന ഫണ്ട് സെറ്റ് ആവട്ടെ രീതിയിലോട്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് എൻ്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഇല്ലേ, ഈ ഇപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യ്, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു.
ഈ ഫണ്ട് വരാൻ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ വാണോ ചോദിച്ചു, എനിക്ക് ഈ തുടങ്ങുന്ന പുതിയ ബിസിനസ്സിന് 2500 റിസ്ക് എടുക്കാൻ പറ്റുമല്ലോ ചോദിച്ചു. ആ ചോദ്യം കഴിഞ്ഞ് സ്ട്രൈക്കായി. അതിൽ ഞാൻ അപ്പം തന്നെ എടുത്തു, ഡീറ്റെയിൽസ് അടിച്ചു, സബ്സ്ക്രൈബ് ചെയ്തു. പിറ്റേ ദിവസം മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് അപ്പോഴും ഫിഗർ ഔട്ട് ആയിട്ടില്ല, പ്രൊഡക്റ്റ് ഒന്നും ആയില്ല. സ്റ്റിൽ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. ഒരിക്കലും ടോപ്പായി നമ്മൾ ഒരിക്കലും അറിയില്ല. നമ്മളൊരു ജേണിയിലൂടെ കടന്നു പോവാണ്. അതിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്ത് കൊടുക്കണം എന്നറിയില്ല. ഞാനിങ്ങനെ സ്റ്റോറി ഇട്ടു ഇൻസ്റ്റയിൽ, അങ്ങനെ സാധനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താ പറയാതെ എനിക്കൊരു ഡെഡ് ലൈൻ കിട്ടാൻ വേണ്ടി ഒരു ഡേറ്റ് വെച്ചു. September 25, എൻ്റെ ഓർമ്മ ശരിയാണ്, 2025 ആണെന്തോ ഒരു സാധനം റിലീസ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ക്യൂരിയസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇട്ടു. അപ്പം എനിക്ക് ഡെഡ് ലൈനായി, അന്ന് എന്തായാലും റിലീസ് ചെയ്യണമല്ലോ, സ്റ്റോറി ചെയ്യണമല്ലോ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും. അങ്ങനെ ഞാൻ ആ ഒരു ഗ്യാപ്പ് കൊണ്ട് പേര്, അതേപോലെ തന്നെ പേരെങ്ങനെ ഇടാനുള്ള ChatGPT വെച്ചിട്ട് അങ്ങനെയൊക്കെ എടുത്തതാണ്. ലൈക്ക് 1% ക്ലബ് എന്നൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഭയങ്കര ഒരു നോർമലായിട്ട് തോന്നി. അങ്ങനെ കുറേയൊക്കെ ചോദിച്ചാൽ പ്രൈം സർക്കിൾ കിട്ടി. ഓക്കെ, പ്രൈമായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ സർക്കിൾ, ആ സമയം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അങ്ങനെ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്ര ആവേണ്ടി അതിന് കുറേയൊക്കെ ആലോചിച്ച് പോകും. പിന്നെ ഇങ്ങനെ ഒരു 399 പെർ മന്ത്. ഓക്കെ, നമ്മളെങ്ങനെ ഒരു ഫോണിൽ റീചാർജ് ചെയ്യുന്ന എത്രശം പെർ മന്ത് അത്രയ്ക്ക് വരും, ഏകദേശം നമ്മൾ വാല്യൂ കിട്ടാനാണ് സ്ഥലത്തേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ഒരു രീതിയിൽ 399 സെറ്റ് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തു. ഇത് റിലീസ് ചെയ്തപ്പോൾ ഞാനൊരു ഈവനിങ് 7 PM എന്തായിട്ടാണ് സ്റ്റോറി ഇട്ടത് ഈ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അന്ന് 2 ആൾക്കാരൊക്കെ ജോയിൻ ആയി. ജോയിൻ ആയതിനു ശേഷം എനിക്ക് ഇവർ ഗ്രൂപ്പിൽ എന്താ പറയുക, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു. ഇത് ജോയിൻ ചെയ്ത നേരെ വാട്സപ്പ് ഗ്രൂപ്പ് ഇൻവിറ്റേഷൻ ലിങ്ക് കിട്ടും, ഞാൻ അവിടെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ഓക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള സംഭവം കിട്ടി. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ 2 ആൾക്ക് പിന്നെ ജോയിൻ ചെയ്തു. അങ്ങനെ 4-5 ആളൊക്കെ ജോയിൻ ചെയ്തു. എൻ്റെ ഇത് പറഞ്ഞാൽ റിസ്ക് എടുത്താൽ 2500. അപ്പോൾ ഈ മെമ്പേഴ്സ് കയറുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആയിട്ട് അത് അടക്കാൻ പറ്റാത്ത രീതിയിലാവോ, അങ്ങനെ ഇതിൽ നിന്നുള്ളത് ക്യാപിറ്റലെങ്കിലും ഇതിൽ നിന്ന് റീഫണ്ടായിട്ട് കിട്ടുന്ന രീതിയിൽ ചിന്തിക്കാനും. അപ്പോൾ ആളുകൾ വരുന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് കൂടി, ഓക്കെ ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഇട്ട പൈസയെങ്കിലും തിരിച്ചു കിട്ടിയാൽ അതെ ആ ഒരു ക്രെഡിറ്റിൻ്റെ പേയ്മെൻറ്റ് അടക്കാൻ ബില്ല്. അങ്ങനെ ജോയിൻ ആവൽ തുടങ്ങി, ആളുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യൽ തുടങ്ങി. എല്ലാവരും നല്ല ഇനീഷ്യേറ്റീവായിട്ട് എടുത്തത്, എല്ലാവർക്കും സ്പേസ് കിട്ടിയ രീതിയിൽ. അപ്പോൾ നമുക്കെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വീറ്റ് സ്പോട്ടാണ്. നമുക്കെപ്പോഴും ഓൾറെഡി ഓഡിയൻസ് ബിൽഡ് ചെയ്ത് നമുക്ക് ആളുകൾ നമുക്കിത് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് നമുക്കറിയാം. എത്രത്തോളം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സ്റ്റിൽ ഞാൻ അവിടെ എന്ത് വാല്യൂ എടുക്കുന്നത് ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തൊന്നേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഓക്കെ ഇവിടെ ഇവർക്ക് വേണ്ടിയത് ഇതാണ് എന്നുള്ള മനസ്സിലാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യം പ്രൊവൈഡ് ചെയ്ത് ഫസ്റ്റ് 20 മെമ്പേഴ്സിന് ഫ്രീ 1-on-1 സെഷന്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം കമ്മ്യൂണിറ്റിക്ക് വരുന്നവർക്ക് 1-on-1 കൊടുക്കുക, ബട്ട് ഞാൻ അത് മാർക്കറ്റ് ചെയ്തു. അത് സ്റ്റോറി ഇട്ടപ്പോൾ അത് പ്രതീക്ഷ ആൾക്കാരെ തുടങ്ങി. പിന്നെ എനിക്ക് മോർ ദാൻ 20 മെമ്പേഴ്സ് ആയപ്പോൾ എനിക്കത് ലൈക്ക് മാനേജ് ചെയ്യാൻ കഴിയണില്ല. ഞാൻ ചില ദിവസം ഒരു ദിവസം 3 1-on-1 ഒക്കെ ഇരുന്നിങ്ങനെ ഒന്നിന് 2 മണിക്കൂർ എടുക്കും, ഫുൾ എക്സോസ്റ്റഡ് വന്ന ദിവസം. അങ്ങനെ മനസ്സിലാക്കി അതൊരു മിസ്റ്റേക്ക്. ഞാൻ പഠിച്ചു 1-on-1 സംഭവം ഫ്രീ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അതിന് വേണ്ട എന്നുള്ളത്. അത് പിന്നെ ഞാനതിൽ പ്രൊഡക്റ്റ് ആക്കി വെച്ചു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ 1-on-1 എന്നുള്ളത്. പിന്നെ ഇവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങി. കുറേ മെമ്പേഴ്സൊക്കെ വന്ന് ഒരു ഡിസംബർ ടൈമൊക്കെ ആയപ്പോൾ കുറേ മെമ്പേഴ്സ് വന്ന് കുറേ മെമ്പേഴ്സ് പോയി. സ്വാഭാവികമാണ്, വരും, എന്താ മനസ്സിലാവുക. അതെ, ചെറിയൊരു നെഗറ്റീവ് എന്തെങ്കിലും എന്താ ഇവിടെ ചെയ്യണമെന്ന് മനസ്സിലാവാതെ പോയവരുണ്ട്. കുറേ ആൾക്കാർ വന്നു, കുറേ ആൾക്കാർ പോയിക്കണം. ഇപ്പോഴും സ്റ്റിൽ കോർ മെമ്പേഴ്സ് ഇപ്പോഴും ഇതിൽ നിൽക്കണവരുണ്ട്. അങ്ങനെ ഡിസംബർ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്ന് ട്രയൽ ചെയ്യൽ തുടങ്ങി. ഇങ്ങനെ ഓരോ സെഷൻസ്, ലൈവ് സെഷൻസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവർക്ക് സ്പേസ് നെറ്റ്വർക്ക് ചെയ്യാൻ നമ്മൾ ഓഫ്ലൈൻ മീറ്റപ്പ് വെക്കണം. അങ്ങനെ ഡിസംബറിലാണ് ഫസ്റ്റ് ഓഫ്ലൈൻ മീറ്റപ്പ് വെച്ചത് ഹഗ്യമഗിൽ വെച്ചിട്ട്. അന്ന് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. എല്ലാവരും അന്നാണ് ഫസ്റ്റ് ഇവൻറ്റ്, ഫസ്റ്റ് ഓഫ്ലൈൻ മീറ്റപ്പ്. പിന്നെ റണ്ണ് വെച്ചു. റണ്ണിങ് ഇൻറ്റിഗ്രേറ്റ് നമുക്ക് ആക്റ്റീവ് ആണെന്നുള്ള മൈൻഡ് സെറ്റും കൂടി ഉണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരെല്ലാവരും അതെ റണ്ണിങ് ഹാബിറ്റ് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ കുറേ പേര് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കമ്മ്യൂണിറ്റി വന്നതിന് ശേഷമാണ് റണ്ണിങ് എങ്ങനെയാണ്, അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്. കുറേ ആൾക്കാർ റണ്ണിങ് ഷൂസ് വാങ്ങി, ലൈക്ക് നമുക്ക് നല്ല അടിപൊളി റൺ ചെയ്യണമെങ്കിൽ മാരത്തോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതെ, അപ്പോൾ ഒരു വെച്ചാൽ നമ്മൾ ഗ്രൂപ്പായിട്ട് നമുക്ക് ഒരുമിച്ച് ഓടാൻ ആൾക്കാരുണ്ട്. ഒരു റണ്ണിങ് ക്ലബ്ബ് പോലെ അല്ല, ഞാൻ എപ്പോഴും റണ്ണിങ് ക്ലബ്ബ് അല്ല, നമ്മളിതിലൊരു ആക്ടിവിറ്റിയാണ് റൺ ചെയ്യുക എന്നുള്ളത്, ആക്റ്റീവ് ആവാൻ. അങ്ങനെ റൺ ചെയ്യുന്ന ആളുകൾ വന്നു. നമ്മൾ മാസത്തിലൊരു റൺ ചെയ്യുന്നു, ഇപ്പോൾ അത് മാറ്റി മാസത്തിൽ 4 റണ്ണാക്കി, എല്ലാ ആഴ്ചയും ശനിയാഴ്ച രാവിലെ. അപ്പോൾ നമുക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ നടത്താനും റണ്ണിങ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാനും എന്നാണ് ഈ ഒരു റണ്ണിങ് സംഭവം കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ റണ്ണിങ്ങിന് സാധനമൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ പിന്നെ ഓഫ്ലൈൻ മീറ്റപ്പ് വെക്കുമ്പോൾ തന്നെ നമുക്ക് പുതിയ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാണ്, സംസാരിക്കാണ്, പുതിയ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ വേറൊരു ഇവൻറ്റ് വെച്ച് ഞാൻ ഓരോരുത്തർക്കും ഓരോ നോളജ് ആയിരിക്കും. അതെ ഓരോരുത്തരും ഓരോ ഫീൽഡിൽ എക്സ്പെർട്ട് ചെയ്തിട്ട് ആൾക്കാർ ഇത് വരുന്നുള്ളൂ. ആരും ക്വാളിറ്റി ഇല്ലാത്തവർ ആരും അങ്ങനെ വരുന്നില്ല.
അപ്പോൾ ഞാൻ ഒരു സ്ലോ ഈവനിങ് ഓഫ് പ്രൈം സർക്കിൾ പരിപാടി ചെയ്യുന്നു, പ്രോബ്ലം സോൾവിങ്. അതിൻ്റെ മൈൻഡിൽ പെട്ടെന്നിട്ട് കൺസെപ്റ്റാണ്. ഞാൻ സ്റ്റിൽ പറയണു ട്രയൽ ആൻഡ് എററാണ് കുറേ കാര്യങ്ങൾ. ട്രയൽ ചെയ്യും, ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല, ചിലപ്പോൾ വർക്കൗട്ട് ആവും. അതെ, വർക്കൗട്ട് ആയാലും ചിലപ്പോൾ കുറേ കാലം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ പ്രോബ്ലം സോൾവിങ് സെഷൻ എന്നൊരു സംഭവം വെച്ചു. നമ്മളൊരു നാച്ചുറൽ സ്പേസിൽ എല്ലാവരും ഒന്നിരിക്കുക. ഞാൻ അതിനൊരു PDF പ്രിൻ്റൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ പ്രോബ്ലംസ് അതിൽ എഴുതുക. എനിക്കൊരു പെട്ടെന്നൊരു ഐഡിയ കിട്ടി. ഞാൻ ChatGPT പോയിട്ട് അത് ബ്രെയിൻ സ്റ്റോം ചെയ്തു. അങ്ങനെ ആദ്യം നോട്ട് എടുത്ത് എഴുതി, ക്ലാരിറ്റി ഉണ്ടാക്കി. ഓക്കെ, ഇങ്ങനെ ഒരു പരിപാടി വെക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നം ഉണ്ടാവുമല്ലോ. പരിപാടി ഇത്രയുള്ളൂ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുക, എല്ലാവർക്കും ഒരു പ്രിൻ്റ് കൊടുക്കും. 10 പ്രോബ്ലംസ് ചെയ്താൽ നമ്മളെല്ലാവരും പ്രോബ്ലംസ് എഴുതുക. പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, നമുക്ക് പറയാൻ പറ്റുന്ന പ്രോബ്ലംസ് അതായത് എഴുതുക. എന്നിട്ട് എല്ലാവരും സംസാരിക്കുക, എല്ലാവരും പ്രോബ്ലം എന്താ. എന്നിട്ട് ഓരോരുത്തർക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പ്രശ്നം സ്ലീപ്പാണെങ്കിൽ എനിക്ക് അതിൻ്റെ സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ടാവും. ഓരോരുത്തർക്ക് ഓരോ സൊല്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഷെയർ ചെയ്യാം എല്ലാവരും. അതൊരു 3 hour എല്ലാവരും ഇരുന്ന് സംസാരിച്ച് നല്ലൊരു ഇവൻ്റ് ആയിരുന്നത്. എല്ലാവർക്കും നല്ല റെസ്പോൺസ് ആയിരുന്നു. അങ്ങനെ അത് ചെയ്യും. അതെ, നമ്മൾ പുതിയ ഞാനത് ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ ഒരു പരിപാടി വെച്ചിട്ട്. അങ്ങനെ നമ്മൾ എല്ലാ മാസവും ഓഫ്ലൈൻ ഇവൻ്റ് വെക്കാനുള്ളൊരു സംഭവം എനിക്ക് കിട്ടി. പിന്നെ കാലിക്കറ്റാണ് മെയിനായിട്ട് നമ്മളെ ലൊക്കേഷൻ, എല്ലാവരും വരുന്ന സ്ഥലം. ഞാൻ അവിടെ നിന്നാണ് ഇത് ബിൽഡ് ചെയ്തത്, അതുകൊണ്ട് ലൊക്കേഷൻ പ്രിഫറൻസ് അങ്ങനെ വന്നതും. പിന്നെ നമ്മൾ കുറേ ലൈവ് സെഷൻ ചെയ്യണം. നമ്മളും വെച്ചിരുന്നു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ലൈവ് സെഷന്. അതെ അതെ. അപ്പോൾ സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത എക്സ്പീരിയൻസിൽ നല്ല കുറച്ച് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. സ്റ്റിൽ ഇപ്പോഴും അതിലുള്ള ആൾക്കാരെല്ലാവരും കണക്റ്റഡ് ആണ്. ഓരോ അത് യൂസ് ചെയ്യേണ്ട, ഓരോ കണക്ഷൻസ് യൂസ് ചെയ്യേണ്ട എല്ലാവരും. ഓരോരുത്തരും ഓരോ ഇൻഡസ്ട്രി, ഓരോ ഫീൽഡിൽ വർക്ക് ചെയ്യണവരാ. നമുക്ക് ആവശ്യമില്ല ഓരോ തന്നെ കോൺടാക്ട് ചെയ്ത് ഒരു കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ഇങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയില്ല. ഒരു അടിപൊളി സർക്കിൾ. അതുകൊണ്ട് പ്രൈം സർക്കിളിൻ്റെ പേരിട്ട് ഇപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം എല്ലാവരും പ്രൈം ആൾക്കാരാണ് ഇതിലുള്ളവർ. എല്ലാവരും ആക്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ, കണ്ട് ആക്ഷൻ എടുക്കണവരാണ്. അങ്ങനെ ഇത് തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കോഴിക്കോടാണ് മെയിനായിട്ട് മെജോറിറ്റി ആൾക്കാരും വരുന്നത്. ഇവരെന്നെ എല്ലാവരും നല്ല രീതിയിൽ കണക്റ്റായി. ഈ കമ്മ്യൂണിറ്റി ഉള്ളിലുള്ള ആൾക്കാർ തന്നെ നല്ലൊരു കണക്ഷൻ ഓൾക്ക് തന്നെ ഇടയിൽ ബിൽഡ് ചെയ്യാൻ പറ്റി. ഒരു സർക്കിൾ ബിൽഡ് ചെയ്തു. അതെ, ഓൾക്ക് നല്ലൊരു സർക്കിൾ ബിൽഡ് ചെയ്യാൻ പറ്റി. ഈ ബ്രദർഹുഡ് കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിൽഡ് ചെയ്തുകൊണ്ട് ഗ്രേറ്റ്ഫുൾ ആയതേ പറഞ്ഞല്ലോ. ഇവരെ ആക്ഷൻ എടുക്കുന്നത് കാണുമ്പോഴും ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോയത്, ഇപ്പോൾ നമ്മൾ മെമ്പർ ഒരാൾ ജിമ്മിൽ പോയൊരു ഫോട്ടോ ഗ്രൂപ്പിലിട്ടാണ്. അപ്പോൾ അടുത്തൊരാളവിടെ കാണുമ്പോൾ ആൾക്കൊരു മോട്ടിവേഷനാണ് ജിമ്മിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ ഇമ്പ്രൂവ് ആവേണ്ടത്, ഈ കമ്മ്യൂണിറ്റി എത്തിയതിനു ശേഷം മാറ്റം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കാരണം വേറെ ആളുടെ ലൈഫിൽ അതാണ് നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ ബിൽഡ് ചെയ്യണോണ്ട്. കമ്മ്യൂണിറ്റി ആണ് പീപ്പിൾ ഓഫ് ഈ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. ഇതിലേറ്റവും വലിയൊരു അടിപൊളി പോയിന്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഇത് വെച്ചിട്ടാട്ടോ അധികം ആൾക്കാർ ഇപ്പോൾ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യണത്. ബാക്കി ഒരുവിധം സംഭവങ്ങൾ, ഇനിയിപ്പോൾ അക്കൗണ്ടിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സർവീസ് ബേസ്ഡ് ബിസിനസ് ആയിക്കോട്ടെ, ഈ സ്പെഷ്യലൈസ്ഡ് ഫീൽഡുകളിലൊക്കെ കൂടുതലും ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ AI റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഓലൊക്കെ സ്ട്രഗിൾ ചെയ്യും. പക്ഷേ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ്, ഹ്യൂമൻ ഇൻട്രാക്ഷൻ. അതിൻ്റെ ഒരു ഞാനൊരു കണ്ടന്റ് ഇട്ടിരുന്നു. അതായത് ഒരിക്കലും AI റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് കമ്മ്യൂണിറ്റി, പീപ്പിൾ. AI പ്രൂഫാണ്. അതെ, അതായത് നമ്മൾ ഒരിക്കലും നമുക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാം. നമ്മളെല്ലാ സംഭവങ്ങളും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യുക AI വെച്ചിട്ട്. പക്ഷെ ഒരിക്കലും നമ്മളൊരാൾക്കാർ വന്ന് ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് റൺ ചെയ്യുക, ആക്റ്റീവ് ആവുക, അതൊന്നും നമുക്ക് AI റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതെ. ഇനി എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. അതായത് എൻ്റെ പാസ്റ്റ് മിസ്റ്റേക്കുകൾ ഈ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഇപ്പം എൻ്റെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ എന്താണ്? അതായത് ഈ പോഡ്കാസ്റ്റ് ഇനി എന്നെ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, സ്റ്റിൽ ഒരു ക്രിയേറ്റർ ആണെങ്കിലും പോഡ്കാസ്റ്റ് കാണുകയാണെങ്കിലും ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവേണ്ട ഇടയ്ക്ക്. ഡിസ്ട്രാക്ഷൻ സംഭവം ശരിക്കും ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് സ്ക്രോളിംഗ് ആയിട്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്. കാരണം ഫോൺ അഡിക്ഷൻ ഞാൻ ഓൾറെഡി കൺസ്യൂം ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു എക്സ്ക്യൂസ് ആവും. കൺസ്യൂം ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചിലപ്പോൾ സ്ക്രോൾ ചെയ്ത് അങ്ങനെ ഇരിക്കും. അതിൻ്റെ ഒരു നെഗറ്റീവ് പാർട്ടാണ്. അത് ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ അത് ഇനിയും ഫിഗർ ഔട്ട് ചെയ്യണം. പിന്നെ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് അറിയാൻ ആക്ച്വലി ആ ഒരു സംഭവം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഗ്രോത്ത് അടിപൊളിയാവും എന്ന് എനിക്ക് തോന്നുന്ന സംഭവങ്ങൾ ഒന്ന് സ്റ്റിൽ പറയുകയാണെങ്കിൽ സ്ലീപ്പ്. എൻ്റെ സ്ലീപ്പ് മെസ്ഡപ്പാണ്. കാരണം ഞാൻ ഉറങ്ങുന്നത് ലേറ്റ് ആയിട്ടാണ്. ബട്ട് ഞാൻ 8 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യും. അവിടെ എന്നാലും എനിക്കത് ഇപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. സ്ലീപ്പ് പല ടൈമിലിട്ടാൽ സ്ലീപ്പ് ഷെഡ്യൂൾ ഓക്കെ അല്ല. അതെനിക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവും എന്ന് എനിക്കറിയാം. സ്റ്റിൽ ഞാനോട് ചോദിക്കുന്ന ഡൗട്ട്സാണ് സ്ലീപ്പിനെ കുറിച്ച്. സ്ലീപ്പിനെ കുറിച്ച് തിയറിറ്റിക്കലി കുറേ കാര്യങ്ങൾ എനിക്കറിയാം. അതെ, ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കലുണ്ട്. സ്റ്റിൽ ഞാൻ അവിടെ എന്താ പറയുക, സ്ലീപ്പിംഗ് അടിപൊളിയാക്കിയില്ല. അപ്പോൾ അത് സ്ലീപ്പ് സെറ്റാക്കി കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കറക്റ്റ് സ്ലീപ്പ് ഷെഡ്യൂൾ. കാരണം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 പ്രയോറിറ്റൈസേഷൻ സംഭവമാണ്. ആസ് ആൻ അത്ലറ്റ് ഞാൻ ശരിക്കും ചെയ്യേണ്ട ഒരു സംഭവമാണ്. സ്റ്റിൽ ഞാനത് മെസ്ഡപ്പാണ്.
ഞാൻ ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വിത്തിൻ ഫ്യൂ ഡേയ്സ് എന്തായാലും ഞാനത് റെഡി ആക്കും ഇൻഷാ അല്ലാ. ഇൻഷാല്ലാ. ബട്ട് ലേറ്റ് നൈറ്റ് ഞാൻ ഒരു കണ്ടു വെച്ചിട്ട് എന്താ പറയുക, മെസ്റ്റപ്പ് അല്ല, നമുക്ക് സിറ്റുവേഷൻസ് ഉണ്ടാവും. ചില നമുക്കിപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ 3:30 കളിയുണ്ട്. ഇപ്പോൾ ഇന്നലെ 3:30 കളി കണ്ടു കഴിഞ്ഞാണ് ഉറങ്ങിയത്. സുബിയസ് കിച്ചൺ നേരെ ഉറങ്ങിയത്. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എന്തായാലും കാണാതിരിക്കും നല്ല കളിയൊക്കെ. പക്ഷെ എന്നാലും സ്ലീപ്പ് റെഡി ആയി കഴിഞ്ഞാൽ ഏകദേശം എല്ലാം റെഡി ആവും. അങ്ങനെ പോസിറ്റിവിറ്റി, നമുക്കൊരു മടി ഉണ്ടാവില്ല, ഐ മീൻ ലേസിനെസ് ഉണ്ടാവില്ല, ആക്റ്റീവ് ആയിരിക്കാൻ പറ്റും, എനർജി ഉണ്ടാവും, അന്നത്തെ ദിവസം പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2 മണിക്ക് ഉറങ്ങിയിട്ട് ഒന്ന് സുബൈ നിസ്കരിക്കാൻ എണീക്കും, പിന്നെ ഉറങ്ങും, ഒരു 10-11 മണിക്ക് എണീക്കുക, അപ്പോൾ തന്നെ ഹാഫ് ഡേ കഴിഞ്ഞു. പിന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷൊക്കെ ആയൊക്കെ ആകുമ്പത്തിന് ടൈം ആവും നാട്ടിൽ ഇറങ്ങാൻ. പിന്നെ ഉച്ചക്ക് ചെയ്യാൾ ചെയ്യും, ഈവനിങ് വരെയൊക്കെ ചെയ്യും, കഫേയിൽ പോയിട്ടോ വീട്ടിലേക്ക് എന്നിട്ട് ചെയ്യും. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴത്തേനും എന്താ ജിമ്മിന് പോകണമല്ലോ, ജിമ്മിന് പോകും. ജിമ്മൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ലേറ്റ് ആവും. ഫുഡ് ചിലപ്പോൾ 10 മണിക്ക് കഴിക്കാം. അപ്പോൾ എന്തായി, നമുക്കറിയാം ഫുഡ് 10 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങണമെങ്കിൽ എന്തായാലും 1 മണിയാണ്. 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയുള്ളൂ. മിനിമം 2 മണിക്കൂറിൽ കഴിയണം. അപ്പോൾ എൻ്റെ എക്സ്ക്യൂസ് നെക്സ്റ്റ് അതാണ്, 10 മണിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ 12 മണിക്കെല്ലാം ഉറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ലേറ്റ് ആവും. സ്ലീപ്പാണ് ഇതിൻ്റെ ഒരു മെയിൻ ബാരിയർ ഫോർ ഗ്രോത്ത്. ചില ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന സംഭവമാണ്. സ്റ്റിൽ ഗ്രോത്ത് ഇല്ല എന്നല്ല, സ്ലീപ്പ് ഫിക്സ് ചെയ്യാൻ പറ്റിയ ചോദിച്ച ക്വസ്റ്റ്യൻ ഫിക്സ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ ഗ്രോത്ത് ഒന്നും കൂടിയും കൂടാൻ ചാൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി. കാരണം സ്ലീപ്പ് തൊടാത്തൊരു ഏരിയ ഇല്ല. അതിപ്പോൾ നമ്മൾ പഠിക്കണ കേസായിക്കോട്ടെ, നമ്മൾ ഇമ്പൾസുകൾ കൺട്രോൾ ചെയ്യാനായിക്കോട്ടെ, വിശപ്പിനായിക്കോട്ടെ, ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, റിക്കവറി ആയിക്കോട്ടെ, നമ്പർ 1 പ്രൊഡക്ടിവിറ്റി ടൂൾ എന്താ ചോദിച്ചാൽ അത് ഒരു കോഫി ഒരു തേങ്ങയല്ല, ശരിക്കും അത് സ്ലീപ്പാണ്. അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് അതിൻ്റെതായ എന്തായാലും നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അതിൻ്റെ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്തതിന് ഡെഫിനറ്റ്ലി അതും വായിക്കണം, സെറ്റാക്കണം. വൈ വി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മാത്യു വാക്കറിൻ്റെ. ഇപ്പോൾ സിനാൻ്റെ ഒരു കോണ്ടൻറ്റ് കാണുമ്പോൾ തന്നെ, ഇൻസ്റ്റാഗ്രാം പേജ് എടുക്കുമ്പോൾ തന്നെ അതിന് ഏറ്റവും ഫസ്റ്റ് കോർ പില്ലറായി കണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫിറ്റ്നസ് എന്നുള്ളത്. അപ്പോൾ എനിക്കും അറിയാം, ഇപ്പം എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫിറ്റ്നസ്സിനൊരു മെയിൻ പില്ലറായിട്ട് തന്നെ നമ്മളെ കോണ്ടൻറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ കാണാനുള്ളൊരു എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ ഫിറ്റ്നസ്സിന് അത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താ? ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫിറ്റ്നസ് ഹെൽത്ത് രണ്ടും കാറ്റഗറൈസ് ആയിട്ട് പറയാം ശരിക്കും. ഫിറ്റും ഹെൽത്തും. ഞാൻ ഫിറ്റ്നസ് പറഞ്ഞുതരാം, ഫിറ്റ്നസ്സും ഹെൽത്തും മിക്സ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണം. എന്ത് കാര്യം നമുക്ക് ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണം. ഇപ്പോൾ ഒരു വീടുണ്ടാക്കി അതിൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങി നമ്മൾ വീടിൻ്റെ മേലെയാണ്. അപ്പോൾ ആ വീടിന് അത്രയും സ്ട്രോങ് ആവണമെങ്കിൽ ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണം. ആ തറ സ്ട്രോങ് ആവണം. തറ മോശമായ വീടും മോശമാവും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ സെയിം സിനാരിയോനെ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാം. ഫിറ്റ്നസ് എന്നുള്ളത് ഫൗണ്ടേഷനാണ്, ഹെൽത്തും ഫിറ്റ്നസ്സും. ഇത് സ്ട്രോങ് ആക്കുക, ഇത് നമ്മൾ ലൈഫിൽ കൊണ്ടുപോകാം സംഭവം. അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യണ കരിയർ, നമ്മളുണ്ടാക്കുന്ന പൈസ, നമ്മളുണ്ടാക്കുന്ന ഫാമിലി, ഫ്രണ്ട്സ് എല്ലാം ആയിക്കോട്ടെ, ഇത് നിലനിൽക്കണമെങ്കിൽ നമ്മളെന്താ ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം. നമ്മളൊരു യങ് ഏജിൽ നമ്മൾ അത്യാവശ്യം ഫിറ്റ്നസ്സൊന്നും നോക്കാതെ ഹെൽത്തൊന്നും നോക്കാതെ നമ്മൾ കരിയർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഹെൽത്ത് ഇല്ലാണ്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആവും. സ്റ്റിൽ നമ്മളൊന്നും ഹോസ്പിറ്റലൈസ്ഡ് ആവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് എന്താ എങ്ങനെ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കഴിയുന്ന രീതി നമ്മൾ ഫിറ്റ്നസ് നോക്കുക, നമ്മൾ ഫിറ്റ് ആവുക, ഹെൽത്തി ആവുക. അപ്പോൾ അത് ഫൗണ്ടേഷൻ ആയിട്ട് വെക്കുക എന്നുള്ള എൻ്റെ ഒരു ഇത് നമ്മൾ ഫിറ്റ്നസ് എന്നുള്ളത്. എനിക്ക് ആ ഒരു കോട്ട ഓർമ്മ തന്നെ, യു ഹാവ് എ മില്യൺ പ്രോബ്ലംസ് അണ്ടിൽ യു ഹാവ് 1 പ്രോബ്ലം, ദാറ്റ് ഈസ് ഹെൽത്ത് പ്രോബ്ലം. എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ ഫിറ്റ്നസ് എന്നുള്ള സംഭവം ഇതേപോലെ ഫൗണ്ടേഷനായിട്ട് കാണാം. നമ്മൾ എന്ത് കാര്യത്തിന് നമ്മൾ ഫൗണ്ടേഷൻ വെക്കലുണ്ടല്ലോ, അതേപോലെ നമ്മൾ ലൈഫിലൊരു ഫൗണ്ടേഷനാണ് ഫിറ്റ്നസ്. ലൈഫിലൊരു ഡെയിലി ഭാഗമാക്കുക. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ ഡിന്നർ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനത്തെ കാര്യമൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമാണ്. അതേപോലെ ഒരു ഭാഗമൊക്കെ വർക്കൗട്ട് ചെയ്യണത്. ജിമ്മിൽ പോകണമെന്ന് മാത്രമല്ല, ജസ്റ്റ് 10K സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഒരു ദിവസം. റണ്ണിങ്ങിന് പോവുക, ജോഗിങ്ങിന് പോവുക, സൈക്കിൾ ചെയ്യുമ്പോൾ, സ്വിം ചെയ്യുമ്പോൾ, എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയാൽ മതി. സോ ഒരു ബോഡി ബിൽഡറിന് ആക്ച്വലി ഒരു ഫിറ്റ്നസ് എന്നുള്ള ലെവലിലേക്ക് മാറി വരുമ്പോൾ ശരിക്കും ആ ഒരു 2 ഡിഫറൻസ് എങ്ങനെ? ബോഡി ബിൽഡർ, ഞാൻ ഓൾറെഡി ഫുട്ബോൾ കളിക്കണമായതുകൊണ്ട് ഞാൻ എനിക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണെങ്കിൽ കളിക്കുമ്പോൾ എൻ്റെ ടേണിങ്, ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. ഫിസിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ റീഗെയിൻ ചെയ്തെടുത്തു. അത് ട്രെയിനിങ് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഞാൻ പിന്നെ രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങി. ഓവർ വെയിറ്റ് ഇടാതെ സ്ട്രെങ്ത് ട്രെയിനിങ് രീതിയിൽ ഫോക്കസ് ചെയ്തു. അപ്പാർട്ട് ഫ്രം ബോഡി ബിൽഡിംഗ് എന്നുള്ളത് സ്ട്രെങ്ത് ട്രെയിനിങ് ആക്കി. നമ്മൾ ആവശ്യത്തിനുള്ള മസിൽസെല്ലാം സ്ട്രെങ്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു ബോഡി ബിൽഡർ ഒരാൾക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല എന്നല്ല, ആൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ആസ് എ ഹൈബ്രിഡ് അത്ലറ്റ് നമുക്ക് എന്താ പറയുക, സ്ട്രെങ്ത്തും വേണം, എൻഡ്യൂറൻസ് വേണം, ഫ്ലെക്സിബിലിറ്റി വേണം, മൊബിലിറ്റി വേണം, ഇതിനെല്ലാത്തിനും വർക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പോയിന്റ് ഓർമ്മ വന്നത്. ശരിക്കും ആക്ച്വലി എൻ്റെ ഒരു ഡയറ്റിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു റിയൽ ഡയറ്റൊന്നും ഇല്ല. അതാണ് ഫസ്റ്റ് റിയാലിറ്റി. കുറേ ആൾക്കാർ ഡയറ്റ് ചോദിക്കലുണ്ട്. എനിക്ക് റിയൽ ഡയറ്റൊന്നും ഇല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഡയറ്റൊന്നും ഇല്ല.
ഞാൻ പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ് മാക്സിമം എടുക്കാൻ നോക്കും. പക്ഷേ ചില ദിവസം നമുക്ക് കഴിക്കാനും കഴിയൂല, കൺസ്യൂം ചെയ്യാൻ കഴിയൂല പ്രോട്ടീൻ ഇൻടേക്ക്. എൻ്റെ ബോഡി വെയിറ്റ് 60 ആണ്, 60-62 ആ റേഞ്ചിൽ വരാം. അപ്പോൾ ഒരു 120 ഗ്രാം എങ്ങനെ ഹിറ്റ് ചെയ്യാൻ നോക്കും ഞാൻ. എൻ്റെ ഒരു പ്രോട്ടീൻ സോഴ്സ് പറഞ്ഞാൽ ഒന്ന് വേ പ്രോട്ടീൻ, എഗ്സ്, ചിക്കൻ, ഈ രീതിയിലാണ് ഞാൻ പ്രോട്ടീൻ ഇൻടേക്ക് ഒരു ദിവസം ഹിറ്റ് ചെയ്യൽ. അപ്പോൾ പിന്നെ ഡയറ്റിൻ്റെ പറയുകയാണെങ്കിൽ ഞാൻ ജങ്ക്സ് കഴിക്കലുണ്ട്. കാരണം ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അധികം എനിക്ക് ബർഗർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കലുണ്ട് സ്റ്റിൽ. പക്ഷെ അത് കഴിച്ചാൽ നമ്മളെങ്ങനെ ഷേപ്പിൽ നിൽക്കുക? അത് കഴിച്ചാൽ നമ്മളതിൻ്റെ കൂടെ പറഞ്ഞ ഫിറ്റ്നസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ലൈക്ക് ഈ ബേണിങ്, കാലറി ബേണിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ബേണിങ്ങിലേറെ കൂടുതൽ കാലറി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് അത് എഫക്റ്റ് ചെയ്യും. പിന്നെ കൂടുതൽ പ്രോസസ്സ് കഴിച്ചാൽ നമുക്കറിയാം നമ്മൾ ലേസിനെസ് കൂടും, കാര്യങ്ങൾ കൂടും. പക്ഷെ ഇതിൻ്റെ കൂടെ ആക്ടിവിറ്റിയും കൂടി നമുക്ക് ഒരു വിധത്തിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും ജങ്ക്സ് കഴിക്കുമ്പോൾ. അപ്പോൾ എനിക്കിഷ്ടമുള്ള സംഭവമാണ് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, എവിടെയൊക്കെ ഉള്ളത്. കോഴിക്കോട് അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം, കാണുന്നവർക്ക് അറിയാം കോഴിക്കോട് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടും എന്നുള്ളത്, അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിറ്റ്നസ് കൾച്ചറും കൂടി അടിപൊളി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാം. അപ്പോൾ അത് നമ്മൾ ഡെയിലി ജങ്ക് ഫുഡ് കഴിക്കുക, ഡെയിലി കുറച്ച് കഴിക്കുക എന്നല്ല, ഒരു റേഷ്യോ ഒരു 80-20 റൂൾ എന്ന സംഭവമാണ് ഞാൻ എപ്പോഴും പറയണതാണ്. 80% നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്ലീൻ ഫുഡ് കഴിക്കുക, 20% നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഫ്ലെക്സിബിലിറ്റി ആയിട്ട് വെക്കുക, നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാം. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ എല്ലാവരും നല്ല ഫുഡ് അടിക്കും. അപ്പോൾ അതാണ് നമ്മൾ 80% ക്ലീൻ ആയിട്ട് കഴിക്കുക, 20% നമ്മൾ എൻജോയ് ചെയ്യുന്ന ഫുഡ് കഴിക്കാനാക്കുക. ഇത് പ്യൂർലി പേഴ്സണൽ ആണല്ലോ. അതെ, പ്യൂർലി പേഴ്സണൽ അല്ലേ. ചിലർക്ക് 100% ക്ലീൻ ആയിട്ട് കഴിക്കണവരുണ്ടാവും. അങ്ങനെയാണ് ആദ്യം മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് ഒരുമാതിരി ഡിപ്രസ്ഡ് ലൈഫാണെന്നുള്ളത്. എക്സാക്ട്ലി. എൻജോയ് ചെയ്യണം. ചിലവർ ക്ലീൻ ആയിട്ട് കഴിക്കണവരുണ്ടാവും, ഒന്നും ചെയ്യാൻ കഴിക്കാത്തവരുണ്ടാവും. അത് അങ്ങനെയാണ്. അതെ, ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ ഈ ഒരു ഇതിലിപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ആരാണെങ്കിലും എന്നെ ഫസ്റ്റ് കാണുകയാണെങ്കിൽ നോട്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എൻ്റെ കയ്യിലുള്ള വൂപ്പ്. അപ്പോൾ ഇത് എന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സാധാരണ ആൾക്ക് വൂപ്പിനെ കൊണ്ട് ഉപകാരം ഉണ്ടോ, ഇത് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മുടെ നാട്ടിലുള്ളവർക്ക്. കാരണം കോമൺ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യും. അതായത് വൂപ്പ് ഞാൻ കുറച്ച് മുന്നേ തന്നെ ഞാൻ ഇത് എടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടതേനു ക്രിസ്ത്യാനോൻ്റെ കൈമലെ കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വാങ്ങുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എടുക്കണം എന്നൊരു താല്പര്യമായി. എങ്ങനെ എന്താണെന്ന് എനിക്ക് ആ കാര്യമായിട്ട് അറിയുന്നില്ലേനു. ഫിറ്റ്നസ് ബാൻഡാണ്. അപ്പോൾ ആൾക്കാർ എടുത്തതിനെ ചോദിക്കണത് എന്താ 2 വാച്ചുകളാണ്, അതൊരു ചോദ്യം. 2 വാച്ചിൽ അത് ഫിറ്റ്നസ് ബാൻഡാണ്. നമ്മളെ എന്താ പറയുക ഹാർട്ട് റേറ്റ്, സ്ലീപ്പ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുക. എനിക്കിത് ബെനിഫിറ്റ് അയക്കണത് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്, റണ്ണിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഞാൻ റൺ ചെയ്യുമ്പോൾ പൊതുവേ ഞാൻ ഫോൺ കയ്യിൽ വെക്കലുണ്ട്, എനിക്കത് ശീലമായി. അപ്പോൾ ഇതിൽ റൺ ചെയ്യുമ്പോൾ നമ്മൾ സോൺ കാണാം. അപ്പോൾ Zone 2 റണ്ണിങ്, Zone 3 റണ്ണിങ് ഒക്കെ. സോൺ നമ്മൾ ഹാർട്ട് റേറ്റിൽ റൺ ചെയ്യാണ് Zone 2, Zone 3. അപ്പോൾ അത് കറക്റ്റും കാണാം. അപ്പോൾ ഞാൻ Zone 3 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹൈ ഹാർട്ട് റേറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് Zone 2 റണ്ണിങ് മാത്രമാണ്. എനിക്കത് കൺട്രോൾ ചെയ്ത് ഓടാം. ഫോൺ കയ്യിലുണ്ടാവും, എൻ്റെ കയ്യിൽ ബാൻഡ് ഉണ്ടാവും. പക്ഷേ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ആപ്പിൾ വാച്ച് വാങ്ങിക്കാൻ ആപ്പിൾ വാച്ചിൽ ഹാർട്ട് റേറ്റ് നമുക്ക് കാണാം. എൻ്റെ ഫോൺ കയ്യിൽ വെയിറ്റ് ഒരു കൈ കടയാം. പക്ഷെ അതെനിക്ക് ശീലമായി. കുറേ ആൾക്ക് എന്നോട് ചോദിക്കലുണ്ട് എങ്ങനെ ഫോൺ വെച്ച് ഓടണമെന്നുള്ളത്. പക്ഷേ ഫോൺ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി സ്മൂത്തായിട്ട് ഓടാം. പക്ഷെ എനിക്കത് ശീലമായി, കാരണം പേസ് നോക്കാനും കിലോമീറ്റർ നോക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എന്താ പറയുക, അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എനിക്ക്. Zone 2, Zone 3 സോൺ എനിക്ക് കറക്റ്റ് വാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ റിക്കവറി, എൻ്റെ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി, HRV റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്, അതേപോലെ തന്നെ എൻ്റെ VO2 മാക്സ്, ലൈക്ക് ഓക്സിജൻ്റെ കപ്പാസിറ്റി, റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് തന്നെ നമ്മളെ എല്ലാവർക്കും വലിയ ഐഡിയ ഉണ്ടാവും. റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനോൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഇപ്പോൾ 44 അങ്ങനെ എന്തോ ആണ്. റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റ് ചെയ്യും, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഹാർട്ടിന് എത്ര ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റുന്ന എഫിഷ്യൻസിയാണ്. അത് എത്രത്തോളം കുറവാണ് അത്രത്തോളം നമ്മൾ ഹെൽത്തിയാണ്. കുറയുന്നതാണ് നല്ലത്. കാരണം നമ്മൾ സ്ട്രെസ്സിലാണ്. അത് നമ്മൾ ഹാർട്ടിന് എന്താ പറയുക സ്ട്രെസ് കൊടുക്കരുത്. ഹാർട്ട് മെല്ലെ എഫിഷ്യൻ്റ് ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുക. അപ്പോൾ അത് കുറയുന്തോറും ആൾ ലൈക്ക് ഫിസിക്കലി അടിപൊളിയാണ്, ഹെൽത്തി ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ VO2 മാക്സ് ആണ് നമ്മളെ കപ്പാസിറ്റി, ഓക്സിജൻ്റെ കപ്പാസിറ്റി. അത് കൂടുന്തോറും ആൾ ലൈക്ക് എൻഡ്യൂറൻസിൽ അടിപൊളിയാവും. അതായത് എൻഡ്യൂറൻസ് അത്ലറ്റ്സിന് VO2 മാക്സ് പൊതുവേ കൂടുതലാവും. എൻഡ്യൂറൻസിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രീത്തിങ്ങും. അതെ, ബ്രീത്തിങ്. പിന്നെ അതൊരു ഫിസിക്കൽ ഇപ്പോൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് പോലെയാണ് ഇപ്പോൾ ഈ വൂപ്പ് എന്നുള്ളത്. ഇപ്പോൾ കുറേ ആൾ കയ്യിലുണ്ട് വൂപ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് ആവശ്യമുണ്ടോ ഇല്ല നോക്കിയിട്ട് വാങ്ങാം. ഞാൻ അന്ന് ശരിക്കും ആവശ്യമുണ്ടോ നോക്കിയിട്ടല്ലോ വാങ്ങിയത്. എനിക്കത് വാങ്ങണം അങ്ങനെ ഇപ്പോൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പർച്ചേസ് ചെയ്യണതൊക്കെ ഡിപ്പെൻസ് ഓരോരുത്തരതാണ്. നമുക്ക് ശരിക്കും ഇത് ഫിറ്റ്നസ് അത്യാവശ്യം അടിപൊളിയായിട്ട് നോക്കുന്ന ഒരാൾക്കും. പിന്നെ സ്ലീപ്പ് സാധനം, കാരണം സ്ലീപ്പിൽ അടിപൊളി അല്ലാത്തതുകൊണ്ടാണ്. സ്ലീപ്പ് കറക്റ്റ് ഇതിൽ നമുക്ക് കാണാം, നമ്മൾ ഉറങ്ങിയത് എപ്പോഴാണ് എണീറ്റത് എപ്പോഴാണ്. അപ്പോൾ എനിക്ക് സ്ലീപ്പ് സെറ്റ് ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ എൻ്റെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എനിക്കിത് ഭയങ്കര ബെനിഫിറ്റ് ആവും. പക്ഷേ ഞാൻ അതുവരെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട്, കാരണം ഞാൻ സ്ലീപ്പ് അത്ര അടിപൊളിയാക്കി നോക്കിയത്. പക്ഷേ നാപ്പൊക്കെ എടുക്കുമ്പോൾ നാപ്പിൻ്റെ കറക്റ്റ് ടൈമിൽ ഓട്ടോമാറ്റിക് ട്രാക്ക് ചെയ്യും. റം ഉണ്ട്, നോൺ റം ഉണ്ട്, ഡീപ്പ് സ്ലീപ്പ് പോയതുണ്ട്, ലൈറ്റ് സ്ലീപ്പ്, നമ്മളെ ലൈറ്റ് കയറിയത്, നമ്മളെടുക്ക് എണീറ്റ ടൈം, അങ്ങനത്തെ ടൈമിംഗ് ഒക്കെ അതിൽ കാണിക്കും. നമ്മളെ ഹാർട്ട് റേറ്റ് ലൈവായിട്ട് കാണാം.
ഓക്കെ, അതേപോലെ നമ്മളെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആ സ്ട്രെസ് മോണിറ്റർ ഉണ്ട്. മൊത്തത്തിൽ നമ്മളൊരു ഫിറ്റ്നസ് ലെവൽ നമുക്ക് അറിയാൻ കഴിയും അങ്ങനത്തെ ഒരു ബാൻഡ് ഉണ്ടെങ്കിൽ അറിയാൻ കഴിയും. പിന്നെ ഇതിൻ്റെ മേലുള്ളൊരു ബ്രാൻഡാണ് ഗാർമിൻ എന്ന് പറഞ്ഞിട്ട്. ഗാർമിൽ വാച്ച് ഉണ്ട് ഇതേപോലെ തന്നെ. അതിൽ വാച്ചിൽ തന്നെ നമുക്ക് ഫുള്ള് കാണാം നമ്മൾ അതിൽ തന്നെ. അപ്പോൾ ആ വാച്ച് എടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് കാണാം നമുക്ക്, റണ്ണിങ് പേസ് കാണാം, സ്ലീപ്പ് എല്ലാം. അത് എപ്പോഴും കെട്ടണം, എപ്പോഴും കെട്ടണം. അതെ, മാക്സിമം അധികം ഈ എൻഡ്യൂറൻസ് അത്ലറ്റ് യൂസ് ചെയ്യുന്ന വാച്ചാണ്. ഇതാകുമ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈലിലേക്ക് ഒന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടും ഇട്ടിക്കണല്ലോ, വാച്ച് കൂടാ എനിക്ക് ബാൻഡ് കൂടാ. ഇതിൻ്റെ ഒരു എക്സ്പെൻസ് എങ്ങനെ വരുന്നത്? ഇത് സബ്സ്ക്രിപ്ഷൻ പോലെ ഇയർലി സബ്സ്ക്രിപ്ഷൻ 3 പ്ലാനാണ് വരുന്നത്. ഒന്ന് വൂപ്പ് 1, അത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 18K ആണ് എന്തോണ്, മാറിയകൂടെ എനിക്കറിയില്ല, 18,000 എന്തോ ആണ് പെർ ഇയർ സബ്സ്ക്രിപ്ഷൻ. പിന്നെ പീക്ക് അടുത്ത ഫീച്ചർ അത് 22-23 റേഞ്ച് എന്താണ്. പിന്നെ ഇതിൻ്റെ മേലെ ലൈഫ്, അതിൽ നമ്മൾ ECG ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് 35 എന്തോ ആണ് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പെർ ഇയർ. വീഡിയോ കണ്ടിട്ട് വൂപ്പ് സ്പോൺസർ ചെയ്തത് ആഗ്രഹമുണ്ട്, ഇൻഷാ അല്ലാ. ഇപ്പോൾ ഈ എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ? അപ്പോൾ എനിക്കറിയാം എന്തോ ഓണ്ടർപ്രണേഴ്സ് ജേണി എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണെന്നുള്ളത്. എനിക്ക് എൻ്റേതായിട്ടുള്ള ജേണിയാണ്. അപ്പോൾ ഇതിലുള്ള സ്ട്രെസ്സ്, അൺസർട്ടനിറ്റി, നെഗറ്റീവ് ഇമോഷൻസ്, ആങ്സൈറ്റി, കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഈ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റില്ല, ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നാണ്. ഞാൻ എപ്പോഴും ഇന്നെ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും അത് സംഭവിച്ച എന്തെങ്കിലും നല്ലൊരു കാര്യത്തിനാവും, പിന്നെ നമുക്ക് എന്തെങ്കിലും പാഠം പഠിക്കാനാവും, ലെസൺ ലേൺ ചെയ്യാനാവും എന്നുള്ള രീതിയിലാണ് എടുക്കൽ. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി നമ്മൾ മെമ്പേഴ്സ് ലൈക്ക് ലീവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരു ആസ് എ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, എന്തുകൊണ്ട് ലീവ് ചെയ്തു, എന്താണ് നെഗറ്റീവ്, എന്നാൽ സ്റ്റിൽ നെഗറ്റീവ് നമുക്ക് കേൾക്കലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വരുമ്പോഴും ഞാൻ ചിന്തിക്കില്ല നമ്മൾ അപ്പുറത്ത് പോസിറ്റീവ് എന്തെങ്കിലും ഉണ്ടോ. സ്റ്റിൽ റിട്ടേൺ ചെയ്തേക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ വാല്യൂ ഉണ്ട്, അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഞാനൊരു പോസിറ്റീവ് സൈഡ് കൂടി ചിന്തിക്കും. ഒരു നെഗറ്റീവ് സംഭവിക്കുമ്പോൾ നമുക്ക് അപ്പുറത്തൊരു പോസിറ്റീവ് സംഭവം ഉണ്ടാവും. ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസാണ്. നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് പോകാൻ കഴിയൂല, നെഗറ്റിവിറ്റി വരും. പക്ഷെ മാക്സിമം നമ്മൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കുക, നമ്മളായിട്ട് സ്പ്രെഡ് ചെയ്യാൻ നോക്കുക പോസിറ്റിവിറ്റി. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സ് അങ്ങനെ ആവും. എല്ലാ കാര്യത്തിനും നെഗറ്റീവ് ചിന്തിക്കൽ തുടങ്ങും. അതെന്താ അങ്ങനെ അതെങ്ങനെ ഫുൾ നെഗറ്റീവായിട്ട് ചിന്തിക്കൽ തുടങ്ങും. ഫുൾ പ്രശ്നങ്ങളാവും. നമ്മൾ ആ പ്രശ്നം എന്തായാലും വരും, പക്ഷെ ആ പ്രശ്നം എങ്ങനെ നമ്മൾ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെന്നുള്ള നമ്മൾ ചിന്തിക്കുക. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കൽ, ഇപ്പോൾ നമ്മൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, സ്റ്റിൽ ഇപ്പോൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് രണ്ടാൾക്കാരും. അപ്പോൾ ഞാൻ ബുക്ക് എടുത്താണ്ട് ആകെ ഇത് വരലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചെയ്യുന്ന കാര്യം എന്താ ക്ലാരിറ്റി കിട്ടാൻ ബുക്ക് എടുക്കും. ഇൻകം എങ്ങനെ, എന്താണ്, എങ്ങനെയാണ് ഫൈനാൻഷ്യലി അങ്ങനെ പ്ലാൻ ചെയ്യും. വേറെ എന്തെങ്കിലും കാര്യത്തിലാണ് അതും എഴുതി നോക്കും. എന്ത് കാര്യമാണെങ്കിലും എഴുതി നോക്കും. മെൻ്റൽ ലൈക്ക് ക്ലാരിറ്റി കിട്ടും നമുക്ക് എഴുതി കഴിഞ്ഞാൽ. ആകെ സ്കാറ്റേഡ് ആയാലും സ്റ്റിൽ ഇപ്പോൾ നമുക്ക് കുറേ കാര്യം ഇപ്പോൾ നമുക്ക് സ്കാറ്റേഡ് കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരു ബുക്ക് എടുക്കുക, അതിൽ എഴുതുക, ഇതാണ് പ്രശ്നം, ഇതിനുള്ള സൊല്യൂഷൻ, ഇതാണ് സൊല്യൂഷൻ ആവേണ്ടത്, പക്ഷേ ആ സൊല്യൂഷനൊക്കെ എങ്ങനെ എത്തും, അതൊക്കെ എഴുതി നമുക്കൊരു ബ്ലാങ്ക് പേപ്പർ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ബ്ലാങ്കൊക്കെ മാറി കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. അതിന് നമ്മൾ ലോക്കിങ് ചെയ്തിട്ട് ടെക്നോളജീസൊക്കെ മാറ്റിയിട്ട് ഫോണും ലാപ്പൊക്കെ മാറ്റിയിട്ട് ബുക്കും നമ്മൾ മാത്രം ഇരിക്കുക റൂമിൽ, അപ്പോൾ കിട്ടും. പക്ഷെ കുറച്ച് നേരം ഇരിക്കാനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം. ഫസ്റ്റൊന്നും ഒന്നും കിട്ടില്ല ബ്ലാങ്ക് പേപ്പറിൽ, പക്ഷേ അതങ്ങനെ ചിന്തിച്ചിരിക്കേണ്ടി വരും. അങ്ങനെ എനിക്ക് ഈ ജേർണൽ ചെയ്യണ പരിപാടി അങ്ങനത്തെ ഉണ്ടോ? ജേർണൽ ചെയ്യുന്ന പരിപാടി എനിക്ക് അത്ര ഹാബിറ്റില്ല, ജേർണലിങ് ഹാബിറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാനത് എഴുതിയിട്ട് അതിൻ്റെ ക്ലാരിറ്റി കണ്ടെത്തും. അത് ഞാൻ ചെയ്യില്ല. ഡെയിലി ജേർണലിങ് അങ്ങനത്തെ ഹാബിറ്റില്ല. ഓക്കെ. പിന്നെ ഈ ഒരു ഗോൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു രീതിയിൽ എങ്ങനെയാണ് ഈ സെറ്റ് ചെയ്യലും അതേപോലെ അച്ചീവ് ചെയ്യലും? ഞാൻ ലൈക്ക് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇയറിനുള്ളൊരു ഗോള് സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ പിന്നെ പെട്ടെന്നൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഗോളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ തന്നെ നോട്ട്സിലാണ് എഴുതിയേക്കൽ ഗോൾസ്. ശരിക്കും നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് എഴുതി വെക്കണം. അത് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നോട്ട്സിൽ എഴുതി വെക്കും, പിന്നെ എപ്പോഴും മൈൻഡിലുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളതാവും. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഗോളാണ് ഹൈറോക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഹൈറോക്സിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഹൈറോക്സിന് ട്രെയിനിങ് ചെയ്യുമ്പോൾ അതിനുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഒരു ഷോർട്ട് ടേം ഗോളും വെക്കുക, ലോങ് ടേം ഗോളും വെക്കുക. ഷോർട്ട് ടേം ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടും. അപ്പോൾ നമുക്ക് ലോങ് ടേം വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടും. അത് ഞാൻ മനസ്സിലാക്കിയത്. അബ്സല്യൂട്ട്ലി. ഇനി എന്താ പറയുക, എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ 2 ഓർഡറിൽ എൻ്റെ ഇതിൽ പറഞ്ഞാൽ മതി. ഫസ്റ്റ് വണ്ണ് ഈ കമ്പാരിസൻ്റെ പ്രശ്നം. ഈ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ലൈഫിലായിക്കോട്ടെ ആ ഒരു സംഭവം എങ്ങനെയാണ് ഡീൽ ചെയ്യൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ലൈഫും അതുപോലെ റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം. കമ്പാരിസൺ എന്നുള്ളത് ശരിക്കും നമുക്ക് ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണ്. ഞാനും പണ്ടും കമ്പയർ ചെയ്ത ഒരാളാണ്. നമ്മൾ ഈ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ കമ്പയർ ചെയ്തിരുന്നു. ഞാൻ പുറത്തുള്ളൊരു ആളുകളെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഇൻസ്പയർ ആയിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഇവിടുത്തെ ആൾക്കാരല്ലാണ്ട് പുറത്തുള്ള ആൾക്കാർ വെച്ചിട്ട്. അപ്പോൾ ഇവരത്തൊക്കെ ഇൻസ്പയർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഓരോ ലെവലെത്താൻ പറ്റണില്ലല്ലോ, ഓരോരുത്തർ അടിപൊളിയാണല്ലോ, ഒരു ഫ്രെയിം അടിപൊളിയാണല്ലോ,
ഒരു ക്യാമറ കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്, എന്തുകൊണ്ടാണ് ഇതിൻ്റെ അങ്ങനെ ആക്കാൻ പറ്റാത്തത്, അങ്ങനത്തെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സ്വന്തം ഡീമോട്ടിവേറ്റ് ചെയ്യാണ്. അതായത് ഇപ്പോൾ നമ്മൾ ശരിക്കും അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും, പക്ഷെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ കമ്പയർ ചെയ്ത് നോക്കും, നമ്മളത് പോരല്ലോ, ഒരു അടിപൊളിയാണല്ലോ എന്നുള്ളത്. ആ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ സ്റ്റിൽ നമ്മൾ താഴെയാണല്ലോ, പക്ഷെ നമ്മൾ ശരിക്കും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടാവും ആ സംഭവം. ഇവന്തോ നമുക്കൊന്നുമില്ലാത്തത് നമ്മളിപ്പോൾ ഒരു 1000 ഫോളോവേഴ്സ് ഉണ്ടാക്കി, അതെ, പക്ഷെ മറ്റൊരു 2000 ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് 2000 ഉണ്ടല്ലോ, എനിക്ക് 1000 ഉള്ളല്ലോ. അതൊരു ഹ്യൂമൻ നാച്ചറാണ്. നമ്മൾ സാധനം തുടങ്ങിയാൽ അതിൻ്റെ മേലുള്ള വേണം, ഹ്യൂമൻ നാച്ചറാണ്. പക്ഷെ അതെങ്ങനെ ലൈക്ക് ഓവർകം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എത്രത്തോളം ലൈക്ക് ഹൗ ഫാർ വി കം, നമ്മൾ എവിടുന്ന് ഇതുവരെ എത്തി എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ ഇൻഡിവിജ്വൽ ജേർണി ഡിഫറെൻ്റ് ആണ്. അതെ, പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാത്ത് ഉണ്ട്. ഈ 2 ദിവസം മുന്നേ സ്റ്റോറി ഇട്ടില്ലേനോ, അതന്നെ നമുക്ക് ഒരു പാത്ത് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ ഗോളാവും. അപ്പോൾ നമുക്ക് എവിടെ എത്തണം എന്നുള്ള നമ്മളെ കാര്യം ചെയ്തു പോവാം. കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ആ കമ്പയർ ചെയ്യുന്ന ആളെ ചിലപ്പോൾ പാത്ത് വേറെ ആവും. അതെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യണ സംഭവം, പക്ഷേ ഈ ഓവർകം ചെയ്യാൻ നമുക്ക് ഒരിക്കലും വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് നമ്മൾ സ്വന്തം തന്നെ നമ്മൾ ഓവർകം ചെയ്യണ കാര്യം, കോൺസ്റ്റൻ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്ന സംഭവമാണ്. രണ്ടാമത്തെ ചോദ്യം, സോഷ്യൽ മീഡിയ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള. സോഷ്യൽ മീഡിയ ലൈഫും റിയൽ ലൈഫും, നമ്മൾ രണ്ടാളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ഈ കോണ്ടൻറ്റും ഇത് കണ്ടിട്ടാണ് ഒരു ഇൻഫ്ലുവൻസ് ആവുക, അതൊക്കെ ഇൻസ്പയർ ആവണം, അതാണ് നമ്മൾ ഗോൾ, ഇൻസ്പയർ ആവണം. അപ്പോൾ ഇൻസ്പയർ ആയിട്ട് ഒരു ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് വരുമല്ലോ, നമ്മൾ ഡെയിലി റൺ ചെയ്യലില്ല, കാണുമ്പോൾ തോന്നും നമ്മൾ ഡെയിലി റൺ ചെയ്യലുണ്ട്, എൻ്റെ ഇപ്പോൾ റണ്ണിങ് കോണ്ടൻസ് അല്ലെങ്കിൽ എൻ്റെ ലൈക്ക് ഇപ്പോൾ ഈ സെറ്റപ്പ് കാണുമ്പോൾ ഡെയിലി ഇതിരുന്നിട്ട് വീഡിയോ എടുക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്യാത്ത ദിവസങ്ങളുണ്ട്, ഇത് ചെയ്യാൻ കഴിയാത്ത ദിവസങ്ങളുണ്ട്, സിറ്റുവേഷൻസ് വരുന്നുണ്ട്. എല്ലാവർക്കും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും വരുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് മടി വരുന്ന ദിവസങ്ങളുണ്ട്, സ്വാഭാവികമായിട്ട് മടി വരലുണ്ട്. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെ പുഷ് ചെയ്ത് നമ്മൾ ജിമ്മിലേക്ക് എത്തിക്കുമല്ലോ കാര്യങ്ങൾ ചെയ്യലുണ്ട്, എന്നാലും മടിച്ചിരിക്കേണ്ട ദിവസങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യലുണ്ട്, നമ്മളൊരിക്കലും സ്ക്രോൾ ചെയ്യൂല. ആ ഒരു ഇൻസ്റ്റാഗ്രാം ആസ്തറ്റിക്സ് കാര്യം കണ്ടിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പ്രശ്നമാണ് സ്ക്രോളിങ് എന്നുള്ളത്. പിന്നെ നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കലുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ ഈ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ റണ്ണിങ് ജേണി, ഞാൻ ബാക്കിയുള്ള ആളുകൾ ഇൻസ്പയർ ആവണം ഈ റണ്ണിങ് കണ്ടിട്ട് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈലിൽ ഓൺ എ ജേണി. അത്രേ ഉള്ളൂ, ഓൺ എ ജേണിയാണ് ഈ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ കണ്ടിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവും, അതിനെ നമ്മൾ കണ്ടന്റ് ഇടണം ഇൻഫ്ലുവൻസ് ആവാൻ. പക്ഷെ ഒരിക്കലും അത് പക്ക റിയലാണെന്ന് വിചാരിക്കാൻ പാടില്ല. സ്റ്റിൽ എല്ലാ ക്രിയേറ്റേഴ്സും തന്നെ പറയാം, എനിക്കാണെങ്കിലും അതാ പറയാണ്ടാവുക. നമ്മൾ ഇപ്പോൾ ഇടണം എന്താ വെച്ചാൽ ഒരു സൈഡ് മാത്രമേ ഇടണുള്ളൂ, ഒരിക്കലും ഒരാളെ അത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ റിയൽ ലൈഫിൽ പോലും കാണുമ്പോൾ നമ്മൾ ഒരു ദിവസം മിസ്സാക്കണ കാണുമ്പോഴാണ് അല്ല പറയുന്നത്. അതെ. അപ്പോൾ ചില നമ്മൾ ജിമ്മ് മിസ്സാക്കുന്ന ദിവസമുണ്ട്, റണ്ണിങ് മിസ്സാക്കുന്ന ദിവസമുണ്ട്. സോഷ്യൽ മീഡിയ നമ്മൾ ജസ്റ്റ് ഇത് ഷോക്കേസ് ചെയ്യുന്ന സ്ഥലമാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ അച്ചീവ്മെൻറ്റ്സും വിന്നും മാത്രം ഷെയർ ചെയ്യണം, നമ്മളെ ലോസും നമ്മളെ പ്രശ്നങ്ങളൊന്നും അവിടെ ഷെയർ ചെയ്യണില്ല. അതുകൊണ്ട് അത് മാത്രം കണ്ടിട്ട് ആൾ പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പെർഫെക്റ്റ് ആവില്ല, ഏത് ഹ്യൂമൻസും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇവന്തോ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് ഓവർകം ചെയ്ത് കാണുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഗ്രോത്ത് വരുന്നത്. അതെ, ഓവർകം ചെയ്യണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഓഫ്ലൈൻ ഇവൻറ്റിൽ ഗസ്റ്റായിട്ട് സ്പീക്കറായിട്ട് ലേണത്തോൺ എന്നെ വിളിച്ച്. ഇപ്പോൾ ലേണത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് 12 hours കോണ്ടൻറ്റ് ക്രിയേഷൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ എന്താ പറയുക നെറ്റ്വർക്കിൽ തന്നെയുള്ള ആൾക്കാർ ഹോസ്റ്റ് ചെയ്തൊരു ഇവൻറ്റ്. അപ്പോൾ അതിലേക്ക് എന്നെ ഗസ്റ്റായി വിളിച്ചപ്പോൾ, സ്പീക്കറായി വിളിച്ചപ്പോൾ എൻ്റെ ഒരു ഫീലിംഗ് എന്തേലും ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാൽ നമ്മളെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് വിളിച്ചത്, കോണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട് ഫൗണ്ടർ ഓഫ് പ്രൈംസ് ഒക്കെ നിലയിൽ വിളിച്ചത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഷാദാണ് വിളിച്ചത് കോൺടാക്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തി, സ്പീക്ക് ചെയ്തപ്പോൾ ഫസ്റ്റായിട്ടായിരുന്നു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു സംസാരിക്കാൻ. കാരണം അത്രയും ഒരു 10-15 പേരുണ്ടായിരുന്നു. ഓരോട് ഇതെങ്ങനെ മെസ്സേജ് ഞാൻ ഷെയർ ചെയ്യുക, ഞാൻ കുറേ ലൈക്ക് ബബ്ബ അടിച്ചിരിക്കണേ, കാരണം എക്സ്പീരിയൻസ് ഇല്ല ഇങ്ങനെ സംസാരിച്ചിട്ട് ഫസ്റ്റ്. അപ്പോൾ അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ നമ്മൾ വന്ന് ഈ ജേണി ഷെയർ ചെയ്യാനും ഈ വന്നിരിക്കണവരൊക്കെ ചിലൊരു ഗോൾ വെച്ച് വന്ന് ഇരിക്കണവരാണ്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ ജേണി പറയുമ്പോഴും കേൾക്കാൻ താല്പര്യത്തോടെ കേൾക്കുക. പക്ഷെ ഞാൻ അതൊരു സ്ട്രഗിൾ ചെയ്തിട്ടാണ് സംസാരിച്ചത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ സംസാരിക്കുമല്ലോ, അതേപോലെ ആയിരുന്നു. ഫസ്റ്റത്തെ ഇതാണ് സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഈ ഇപ്പോൾ ഒരു ഫൗണ്ടർ ഓഫ് പ്രൈം സർക്കിൾ എന്നുള്ള പേരിലാണ്, അല്ലെങ്കിൽ അത് തുടങ്ങിയോണ്ടായിരിക്കാം മേ ബി എനിക്ക് ഒന്നുകൂടി റെക്കഗ്നിഷൻ കിട്ടിയത്. അപ്പോൾ അതിൽ എനിക്ക് എന്തായാലും എൻ്റെ ജീവിതത്തിൽ വന്ന അച്ചീവ്മെൻറ്റ്സിൽ ഒരു വൺ ഓഫ് ദ എന്താ പറയുക മൊമെൻ്റ് ആയിരിക്കും അത്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൊമെൻറ്റ് ലൈഫിലുള്ള. അതെ, ലൈക്ക് ഞാനെ കുറച്ച് മുന്നേ നമ്മളിങ്ങനെ കാണുമല്ലോ ഓരോരുത്തർ ഗസ്റ്റായിട്ട് വിളിക്കണ കാണുമ്പോൾ ഒക്കെ, അങ്ങനെയൊക്കെ നമ്മൾ വിളിച്ചതായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഗസ്റ്റായിട്ട് വിളിക്കുക ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ഒരു പ്രിവിലേജാണ്. ഈ സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേഷന്, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് ഇതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ലൈക്ക് ഗസ്റ്റായിട്ടുള്ളൊരു സ്കോപ്പ് കിട്ടിയത്. അപ്പോൾ ഒരു കോണ്ടൻറ്റ് ക്രിയേഷൻ കാരണം, ആ ഒരൊറ്റ സാധനം കാരണം എൻ്റെ ലൈഫിൽ എത്രത്തോളം മാറ്റം വന്നു. അതെ, സ്റ്റിൽ ഈ പോഡ്കാസ്റ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഞങ്ങൾ പരിചയപ്പെട്ടാണ് എല്ലാം നമ്മൾ
സോഷ്യൽ മീഡിയ. ജസ്റ്റ് ഒരു ഫോൺ വെച്ച് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിലും മാത്രം നമ്മൾ കണ്ട് പരിചയപ്പെട്ടു. ഈ ഫോൺ വെച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാം ചെയ്യണത്. സ്റ്റിൽ ഇപ്പോഴും ഫോണിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. വീഡിയോ എടുക്കണത്, എഡിറ്റ് ചെയ്യണത് എല്ലാ കാര്യവും ഫോണിൽ തന്നെയാണ്. പിന്നെ കുറച്ച് കമ്മ്യൂണിറ്റി വർക്ക്സും കാര്യങ്ങളൊക്കെ ലാപ്പിലുണ്ടാവും. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഉള്ളത് ഭയങ്കര സംഭവമാണ്. നമുക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് സംഭവമാണ് ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സംഭവത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്, ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് കിട്ടിയത്. ഞാൻ സ്റ്റിൽ അൽഹംദുലില്ലാ ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ ഇനിയൊരാൾക്ക് ഈ ഒരു ടൈമിൽ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചോദിക്കാതെ അതിൽ സ്കോപ്പ് ഉണ്ടോ? സ്കോപ്പ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ സ്കോപ്പ് ഉണ്ട്. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്താ വെച്ചാൽ നമ്മൾ വിസിബിലിറ്റിയാണ്. ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ബ്രാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ NT ഹിഷാം, സെവൻസിന നമ്മളൊരു ബ്രാൻഡായിട്ട് നമ്മളോട് ഷോക്കേസ് ചെയ്യാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിറ്റി അതായി. അപ്പം എൻ്റെ അത് എഡ്യൂക്കേഷണൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ടൈപ്പ് ഓഫ് യൂട്യൂബർ ആ ഒരു കോണ്ടന്റ് ക്രിയേറ്ററായി. ഞാൻ ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ റണ്ണിങ് ആ സംഭവത്തിലൊരു കോണ്ടന്റ് ക്രിയേറ്ററായി. അപ്പോൾ നമ്മളതിൽ നമ്മളെ സ്വന്തം ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാനാണ്. അപ്പോൾ സ്കോപ്പ് ഉണ്ട്. നമുക്ക് ഒരു നീഷ് ഉണ്ടായിരിക്കുക. ലൈക്ക് എന്താ പറയുക, ഒരു എപ്പോഴും ഒരു പർപ്പസ് ഉണ്ടാവും. എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത്. ചിലവർക്ക് വെറുതെ പാഷനേറ്റ് ആയിട്ട് ആവാം. ഡിപ്പെൻസ് ഗോളാണ്. സ്കോപ്പ് സ്റ്റിൽ ഉണ്ട്. എന്നാലും നമ്മൾ ബാക്കിയുള്ള എന്തെങ്കിലും യുണീക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. എങ്ങനെയാണ് നമ്മൾ ഇത്രയും ക്രിയേറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അതിനൊരു എന്തായാലും പറയാം യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്നോ ആ രീതിയിൽ മാറി നിൽക്കുക. നമ്മൾ കോപ്പി പേസ്റ്റ് സംഭവം തന്നെയാണ് അധികം ആളും കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിൽ നിന്ന് നമ്മളൊരു ടേസ്റ്റ് ഉണ്ടാവും, നമ്മളൊരു ടച്ച് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്. അതെ, നമ്മളതായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ടച്ച് ഉണ്ടാവും. അതെങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. നമ്മളെ നീഷ് എന്താ, ഓരോരുത്തർ ഇപ്പോൾ ഫൈനാൻസിൽ നീഷ് ഉണ്ടാവും, ഫിറ്റ്നസ് ഉണ്ടാവും, പിന്നെ ലോയേഴ്സ്, അങ്ങനെ പല നീഷുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ നീഷിൽ സ്ട്രോങ് ആയിട്ട് ഓരോ കോണ്ടന്റ് ചെയ്യുക. പിന്നെ ആ കോണ്ടന്റ് ചെയ്യണമെങ്കിൽ എന്താണ് പർപ്പസ്, അതായത് പ്രൊഡക്റ്റ് സെല് ചെയ്യാനാണോ, അത് മോണറ്റൈസ് ആവാനാണോ, അല്ലെങ്കിൽ എന്താ പറയുക ജസ്റ്റ് പാഷനേറ്റ് ആണോ, എന്താ നമ്മൾ ഗോൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യും. വെറുതെ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചിലപ്പോൾ ഡിസൈൻ നിർത്തും. വെറുതെ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയ ചെയ്യരുത്. ഓക്കെ, സോഷ്യൽ മീഡിയ നല്ല പൈസ ഉണ്ടാക്കുക, അടിപൊളിയാണ്, ഇൻഫ്ലുവൻസർ ആ രീതി തുടങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഗോളില്ല നമുക്ക് അവിടെ. അതെ, എനിക്ക് തോന്നുന്നത് ആക്ച്വലി നമ്മളെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് എന്ന് പറയുന്നത് നമ്മളൊരു ജേണി അല്ലെങ്കിൽ നമ്മളെ സ്പെസിഫിക് നോളജാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഓരോ ആൾക്കാർക്കും ഒരു ഏരിയയിലല്ലല്ലോ ഇൻട്രസ്റ്റ് ഉണ്ടാവുക, പല ഏരിയയിലുണ്ടാവും. അപ്പോൾ ആ ഏരിയാസ് ഒക്കെ ഓല് കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതേപോലെ പഠിച്ച ആൾക്കാർ കുറവായിക്കാരം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടിയിട്ടൊരു മിക്സ് ആയിക്കാണ്ട് ഓല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഓൽക്ക് സോഷ്യൽ മീഡിയയിൽ പോർട്രേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓല് യുണീക്കായി എന്നുള്ള രീതിയിലാണ് വിശ്വസിക്കുന്നത്. എൻ്റെ കേസ് ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് ബയോളജി ഇഷ്ടമാണ്, സയൻസ് ഇഷ്ടമാണ്, അതിൻ്റെ ഒപ്പം നമുക്ക് ഫൈനാൻസ് ഇഷ്ടമാണ്, അതിൻ്റെ ഒപ്പം നമുക്ക് ഹെൽത്ത് ഇഷ്ടമാണ്, അതിൻ്റെ ഒപ്പം ടീച്ചിങ് ഇഷ്ടമാണ്. അതൊക്കെ പാട് കൂടി വരുമ്പോൾ നമ്മളെ പോലെ ഒരു ആൾക്കാർ റയറാണ്. അതുപോലെ എനിക്കിപ്പോൾ പല ഏരിയാസ് ഉണ്ടാവും. ഫിറ്റ്നസ്സിൽ റണ്ണിങ് ഉണ്ടാവും, സ്വിമ്മിങ് ഉണ്ടാവും, സൈക്ലിംഗ് ഉണ്ടാവും, അയൺമാൻ ആ രീതിയിലുണ്ടാവും. അതുപോലെ എനിക്ക് സോഷ്യൽ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി കാര്യങ്ങൾ, ഓഫ്ലൈൻ ഇവൻറ്റ് നല്ല രീതിയിൽ ഇതാക്കുക. അപ്പോൾ എൻ്റെതായ രീതിയിലുള്ള കുറേ ടേസ്റ്റിലുള്ള സ്കില്ലുകളും എൻ്റെ നോളജ് ഒരുമിച്ച് വരുമ്പോൾ പിന്നെ സിനാൻ എന്ന് പറഞ്ഞ ആൾ മാത്രമേ ഉള്ളൂ. അവനെ കോമ്പീറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റില്ല. സിനാൻ ആവാൻ ഏറ്റവും കൂടുതൽ സിനാനിക്ക് പറ്റുള്ളൂ, വേറെ ആൾക്കാർക്ക് പറ്റില്ല. നമ്മളായിട്ട് നിൽക്കുക. അതെ, നമ്മളൊരു വേർഷൻ നമ്മൾ കാണിക്കുക സോഷ്യൽ മീഡിയയിലൂടെ. അതാണ് ആക്ച്വൽ പേഴ്സണൽ ബ്രാൻഡിങ്. എക്സാക്ട്ലി, അതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. നമ്മളെ ബ്രാൻഡ് ചെയ്യുക, നമ്മളെന്താണെന്നുള്ള ഐഡൻറ്റിറ്റി ആ രീതിയിൽ ബ്രാൻഡ് ചെയ്യുക. ഇതിൻ്റെ ഒരു ജനുവനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ള ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഗേൾസിനായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഇതാക്കുക? അതായത് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദം, മനസ്സിലാവണില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് ആദ്യത്തെ കുറേ മുന്നൊക്കെ ഞാൻ ഗേൾസിനോട് എനിക്ക് സംസാരിക്കാനും നമുക്ക് ആ ഒരു മടി ഉണ്ടാവുമല്ലോ, എങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ എനിക്കത് നമ്മളെ ഫ്രണ്ട്സൊക്കെയുള്ള ആളുകളൊക്കെ നോർമലായിട്ടാണ് കാണുന്നത്. ഫ്രണ്ട്സിനെ ഗേൾ ഫ്രണ്ട്സായിട്ട് ഓരോ അപ്രോച്ച് ചെയ്യുക, സംസാരിക്കുക, കാര്യങ്ങളൊക്കെ. നമ്മൾ ഓരോ റെസ്പെക്റ്റ് ആയിട്ടൊരു ലേഡിയാണ്, ആ രീതി കണ്ട് ഓരോട് സംസാരിക്കുക. അപ്രോച്ച് ചെയ്യാൻ മീൻസ് നമുക്കൊരു സർക്കിളിൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ കണക്ഷൻസാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത് പിന്നെ ഫ്രണ്ട്സായിട്ട്. പിന്നെ നമ്മൾ ക്ലാസ്സിന് പോയിട്ട് അങ്ങനെ കണക്ഷൻസ്. പിന്നെ നമ്മൾ ലൈക്ക് സോഷ്യൽ മീഡിയയിലും ഇതിൽ കണ്ടിട്ട് നമുക്ക് കുറേ ഫാൻറ്റസി കാര്യങ്ങളൊക്കെ ഉണ്ട്, റിലേഷൻഷിപ്പിലാവുക കാര്യങ്ങൾ. പിന്നെ ഡോണ്ട് ചേസ് ഗേൾസ്, അതേപോലെ തന്നെ അങ്ങനെ കുറേ കോട്ട്സ്, കുറേ റീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റ് ദ എൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടി നമുക്കൊരു പാർട്ട്ണർ വേണം. ഈ പാർട്ട്ണർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും നമ്മളൊരു വൈഫായിട്ട് മാത്രം കാണാതെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്യൂച്ചറിലുള്ള കുട്ടികളെ ഉമ്മയായിട്ടാണ് കണ്ടി. ലൈക്ക് മോം, യു ആർ നോട്ട് ചൂസിങ് യുവർ വൈഫ്, യു ആർ ചൂസിങ് യുവർ സൺ ഓർ ഡോട്ടേഴ്സ് മോം എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ നോക്കേണ്ടി. അപ്പോൾ അങ്ങനെ ഒരാളെ ലൈക്ക് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുന്ന കാര്യമായിട്ടാണ്. അങ്ങനെ ഒരാളെ നമുക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളെ മനസ്സിലാക്കാൻ ടൈം കൊടുക്കും എന്തായാലും. സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളാണെന്നുള്ളത് മനസ്സിലാക്കണം. എൻ്റെ ഒരു ഡൗട്ട് തന്നെ, ഇപ്പം ഞാൻ നമ്മളെ ചെക്കന്മാരായിട്ടും പറയുന്ന സംഭവങ്ങൾ അല്ലെ, നമ്മൾ എന്താ പറയുക, നമ്മൾ ഭയങ്കര ഇമോഷണലി കാര്യങ്ങളൊന്നും അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ ഇടാം, ഞാൻ ആകെ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഷെയർ ചെയ്യുന്നില്ല. അത്രയും പ്രശ്നം ഉണ്ടെങ്കിലേ ഷെയർ ചെയ്യുക.
അതുപോലെ നമ്മൾ സംസാരിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും എപ്പോഴും പുഷ് ചെയ്ത് കണ്ടു കയറും. നമ്മൾ ഭയങ്കര ഇമോജീസ് കിട്ട് കളിച്ചുന്ന ആൾക്കാരല്ല, കുറച്ചൊരു നോൺ ചലൻ്റ് കയറും. പക്ഷെ ഇവർ അതേപോലെ അല്ല. അപ്പോൾ നമ്മൾ ആൺകുട്ടികളെ ട്രീറ്റ് ചെയ്യണ പോലെ ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവണില്ല. ഇല്ല, ആൺകുട്ടികളെ പോലെ ഒരിക്കലും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഓലൊരു പെൺകുട്ടിയല്ലേ. അപ്പോൾ നമ്മൾ ഓരോ രീതിയിൽ ഓരോ റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. നമുക്ക് ഓരോരുന്ന് ഇമോഷനാണ് നമുക്ക് വേണ്ടി, നമ്മൾ ഇമോഷണലി അവിടെ ലൈക്ക് അറ്റാച്ച്ഡ് ആവേണ്ടി വരും. പക്ഷെ ഇമോഷണലി ഫുള്ള് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇൻട്രസ്റ്റ് പോകുകയാണ്. ഇല്ല, പക്ഷേ അത് എൻ്റെ ടൈപ്പ് ഓഫ് ആളാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി കാണിക്കൊണ്ട് പ്രശ്നമില്ല. രണ്ടാളും അങ്ങോട്ട് സിങ്ക് ആണെന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഒരു ഗേൾസിനെ ഒരിക്കലും അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ നോക്കരുത്. നമ്മളെ സ്റ്റാൻഡിൽ നിൽക്കുക, അപ്പോൾ ഗേൾസ് അട്രാക്റ്റ് ആയിക്കോളും. ഇപ്പോൾ ഗേൾസായിട്ട് കുറേ സർക്കിൾ വേണമെന്നോ ലൈക്ക് അങ്ങനത്തെ സംഭവങ്ങളെന്നല്ല പറയണത്. എനിക്ക് ലൈക്ക് ഫ്രണ്ട്സ് ആവാൻ താല്പര്യമുള്ള കുറച്ച് ആളുണ്ടെങ്കിൽ ഓരെ അപ്രോച്ച് ചെയ്യുക, ഫ്രണ്ട് ആവുക, ആ രീതിയിൽ. നേരെ കേസ് ഇപ്പോൾ എനിക്ക് പാർട്ട്ണറിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. പാർട്ട്ണറിനാണെങ്കിലാണ് എനിക്ക് ഇമോഷണൽ സാധനങ്ങളും എന്താ പറയുക ഈ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആസ് എ പാർട്ട്ണറായിട്ട് നിൽക്കണം. ആ ആൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു പാർട്ട്ണറായിട്ടും, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ പ്രശ്നത്തിന് സൊല്യൂഷനായിട്ട് ഒരാൾ ഒപ്പം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കരിയറൊക്കെ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മളെ കേസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓൺടർപ്രണേഴ്സാണ്. ഇപ്പോൾ നമുക്ക് ടൈമിൻ്റെ കേസ് കുറച്ച് പ്രശ്നമായി കയറും. നമ്മളെ ഷെഡ്യൂൾസ് അൺപ്രഡിക്റ്റബിളായി കയറും. നമുക്ക് എപ്പോഴാണ് വർക്ക് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഹൈ അംബീഷനൊക്കെ ഉണ്ടാകുമ്പോൾ ആ ടൈമിൽ എങ്ങനെ ഒരു ഗൈനെ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പ് അതിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റുക. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാൾ വേണം. നമ്മളെ ടൈമിങ് മനസ്സിലാക്കിയിട്ട് ഇത് റെസ്പെക്റ്റ് ചെയ്തിട്ട്, അതായത് കുറച്ച് മെച്യൂർഡായിട്ട് ചിന്തിക്കുന്ന ഒരു ലേഡി. ഓക്കെ, പാർട്ട്ണർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ടൈം വേണ്ടി വരും, ഡിസ്ട്രാക്റ്റ് ആക്കാൻ പറ്റില്ല. പക്ഷേ നേരെ തിരിച്ച് എന്ത് ചെയ്യണം, ഈ ആൾക്ക് ടൈം കൊടുക്കണം. ഇതെല്ലാം പറഞ്ഞിട്ട് എക്സ്ക്യൂസ് ആക്കി മാറ്റാൻ പാടില്ല. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആൾക്ക് കുറച്ച് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത്ര ആലോചിച്ചാൽ മതി. നമ്മളെല്ലാം ടൈം നോക്കുന്ന ഒരാളാണെങ്കിൽ ഒരാൾക്ക് നമുക്ക് ഇന്നത്തെ ദിവസം ഫുൾ എക്സോസ്റ്റ് ആണെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് റിലീഫും കാര്യങ്ങളും കിട്ടും. അതായത് ഇത് മനസ്സിലാക്കുന്ന ഒരാൾ, മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾ പാർട്ണറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എനിക്കിതൊരു പ്രശ്നമാവില്ല, ഒരു ബാരിയർ ആവില്ല. എനിക്കൊന്നും കൂടി രണ്ട് തരം മോട്ടിവേഷൻ ഉള്ള ഒരു പോഡ്കാസ്റ്റിൽ എന്ത് പറയുന്നുണ്ട്, നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ രണ്ട് തരം ലൈക്ക് ലേഡി പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റുക. ഒന്ന് നമ്മളത് മോട്ടിവേഷൻ നമുക്ക് കിട്ടും ഒന്നും കൂടി, മറ്റേത് നമ്മൾ അതിൽ നിന്ന് മെല്ലെ ഡിസ്ട്രാക്റ്റഡായി മാറും. ഈ നേരത്തെ ചോദിച്ചല്ലോ നമ്മളതിന് മാറും എന്നുള്ളത്. അപ്പോൾ ഒരാളാണെങ്കിൽ നമുക്ക് അംബീഷ്യസ് ആയിട്ട് നമുക്കത് പിന്നെയും അംബീഷ്യസ് ആവുള്ളൂ. നമുക്ക് ഈ പാർട്ണർ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യണം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി അതെ, ഒന്നെങ്കിൽ ഡിസ്ട്രോയ് അല്ലെങ്കിൽ ബിൽഡ് ആവും. കാരണം എനിക്കൊരു ഗോളും കൂടി അവിടെ എക്സ്ട്രാ ഒരു ഗോളും കൂടി കിട്ടി. എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ ലൈക്ക് നല്ല ക്വാളിറ്റി ലൈഫ് സ്പെൻഡ് ചെയ്യണം, നല്ല ക്വാളിറ്റി ഒരു ഫ്യൂച്ചർ ഫാമിലി ബിൽഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഗോളും കൂടി എൻ്റെ മൈൻഡിലുണ്ടാവും. ഈ ഒന്നും കൂടിയും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യൂലേ, ഞാൻ ചിന്തിച്ച് നോക്ക്. സത്യം, എക്സാക്ട്ലി. ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഇപ്പോൾ മെയിൻ ലേണിംഗ് വരുന്നത് ഇപ്പോൾ കരിയർ, ഇപ്പോൾ ഒരു ഗ്രാഫ് ഇങ്ങനെ വരക്കുകയാണെങ്കിൽ കരിയർ, ഡിസിപ്ലിൻ, സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഇങ്ങനെ പോയിട്ട് റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ അവിടെയാണ് നല്ല രീതിയിൽ വർക്ക് എടുക്കാനുള്ളത്. അവിടെ ഈ അതിന് ഭയങ്കര ഫോഴ്സ് കൊടുക്കണ്ട. ഈ അനക്ക് ആദ്യം എങ്ങനത്തെ ടൈപ്പ് ഓഫ് പാർട്ണർ വേണം അല്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടൂല. നമ്മളെപ്പോഴും വേണ്ട, ഹ്യൂമൻസ് പെർഫെക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ തന്നെ ഒരാളെ നമുക്ക് കിട്ടൂല. പക്ഷേ എനിക്കും എൻ്റേതായിട്ടുള്ള കുറച്ച് കുറവുണ്ടാവും, ആൾക്കും കുറവുകളുണ്ടാവും. ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകളാവണം രണ്ടാളും. എന്നാലേ ഇതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആവുള്ളൂ. പിന്നെ ഡ്രാമാസ് താല്പര്യമില്ലെന്ന് അറിയാലോ. ലൈക്ക് ഇങ്ങനത്തെ ഈ ഓൺടർപ്രണർഷിപ്പ് കാര്യം ചെയ്യുമ്പോൾ ഡ്രാമ കാര്യം ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല, ഫോക്കസ് നഷ്ടപ്പെടും. അതേ ഞാൻ പറഞ്ഞ നേരത്തെ, ഏതർ ബിൽഡ് ഓർ ഏതർ ഡിസ്ട്രോയ്. ഇനി നമ്മൾ ഏകദേശം കൺക്ലൂഡ് തന്നെ ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹൗ വി മെറ്റ്. നമ്മളെ ഫസ്റ്റ് ഒരു കൊളാബറേഷനും കാര്യങ്ങളൊക്കെ നമ്മളൊരു 2024 നമ്മൾ മീറ്റ് ചെയ്തത്. ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷാജിൽ, നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ടാണ് ഷാജിൽ, എൻ്റെ കൂടെ പഠിച്ചാണ് പ്ലസ് ടു. അപ്പോൾ ഓന എനിക്ക് കാണിച്ചു തന്നെ എൻ്റെ അക്കൗണ്ട്. എനിക്ക് ഓനാണ് എൻ്റെ അക്കൗണ്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ലൈക്ക് ഓൻ വഴി നമ്മൾ കണക്ട് ആയത് ശരിക്കും. അങ്ങനെ ഫോളോ ചെയ്തു. എന്നിട്ട് നമ്മളൊരു റൺ ചെയ്യാനത് ഇറങ്ങിയില്ല, ഒരു കോണ്ടന്റ് എടുക്കാൻ നമ്മളൊരു കോണ്ടന്റ് ഉണ്ടാക്കിയല്ലോ കൊളാബ് ചെയ്തിട്ട് ഫസ്റ്റ് കോട്ടൊക്കെ വെച്ചിട്ട്. ഫസ്റ്റ് മീറ്റ് നമ്മൾ അവിടെ നിന്ന് ചെയ്യണത്. നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുന്ന റണ്ണിങ്ങിന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് നമ്മൾ ഇട്ടു. അന്നാ ട്രെൻഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഭയങ്കര കണക്റ്റായി. നമ്മളെ അടുത്ത് ഇതേപോലെ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ നമ്മൾ ബീച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൂന്നാളും അത് അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്നു. മൂന്നാളും ബീച്ച് വർക്കൗട്ടൊക്കെ പോയി നല്ല ഫുഡൊക്കെ അടിച്ച് അതൊരു കോണ്ടന്റ് കിട്ടിയല്ലോ ഈ ലൈഫായിട്ട്. അങ്ങനെ ലൈക്ക് നമ്മൾ രണ്ടാളും ഗോളും ഇതൊക്കെ ഏകദേശം ഒരേപോലെയാണ്. നമ്മൾ ഫിറ്റ്നസ്സിലും ഈ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യണ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ക്വാളിറ്റി ഉണ്ട്, ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങാൻ കിടന്ന് നമ്മളൊരു അവർക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്തു. ബിസിനസ് മീൻസ് ജസ്റ്റ് ഒരു വൺ ടൈം സംഭവം. നമ്മളൊരു ക്ലാസ് സൂം സെഷൻ പോലെ ഫസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വന്നു. എക്സാക്ട്ലി. അത് എങ്ങനെയാണെന്ന് ഞാൻ ഫിഗർ ഔട്ട് ചെയ്താൽ ഞാൻ അങ്ങനെ ഉറങ്ങാൻ കിടന്ന്
അതിലിങ്ങനെ ഒരു തോട്ട് കിട്ടി, നമുക്ക് രണ്ടാം കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയ കൂടി എങ്ങനെ ഉണ്ടാക്കുക ഇപ്പോൾ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് അന്നെ ഓർമ്മ വന്നു, ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു സംസാരിച്ചിട്ടൊരു ശീലമുണ്ട്, എനിക്ക് ഓൾറെഡി രണ്ടൊക്കെ ഒരു ഓഡിയൻസ് ഉണ്ട്, ഓക്കെ അപ്പോൾ നമുക്ക് ഒരു സൂം സെഷൻ, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, ഫിറ്റ്നസ്, ഡിസിപ്ലിന്, ആ ലൈക്ക് വേർഡ്സാണ് ഓർമ്മ വന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ സൂം സെഷൻ എടുക്കാം. അത് വന്നു. ഞാൻ അപ്പം തന്നെ എനിക്ക് മെസ്സേജ് എന്തോ അയച്ചു. പിറ്റേ ദിവസം നമ്മൾ ഇറങ്ങി സംസാരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ കോട്ടമുന്നൊക്കെ ഓടാൻ ഇറങ്ങി. അന്ന് തന്നെ വീഡിയോ എടുത്തു, ഇത് എങ്ങനെ ആൾക്കാർക്ക് പറയാം എത്തിക്കാൻ. എന്നിട്ട് അന്ന് ഈവനിങ് ആയിട്ടാണ് നമ്മൾ ആ സാധനം റിലീസ് ചെയ്തത്. ഏത് ഫോം അന്ന് പഠിക്കണ കാര്യങ്ങളൊക്കെ ഒരു സ്കാനർ വെച്ചാണ്ട് 99 രൂപേൻ്റെ ഒരു സംഭവം വെച്ചു നമ്മളൊരു സെഷന്. അപ്പോൾ സ്കാനർ എങ്ങനെ ഉണ്ടാക്കുക, വെബ്സൈറ്റ് എങ്ങനെ, ഗൂഗിൾ ഫോം എങ്ങനെ ഉണ്ടാക്കുക ഒക്കെ അന്നിരുന്നാണ് ഞാൻ നോക്കുന്നത്. എന്നിട്ട് നമ്മളത് സെറ്റാക്കി നമ്മൾ റിലീസ് ചെയ്തു. എനിക്ക് പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ് സെഷന്. നമ്മൾ റിലീസ് ചെയ്യുന്നത് 7 മണിക്കാണ് ഗൂഗിൾ ഫോം. അതൊരു പഠിച്ചു ആദ്യം നമ്മൾ അതൊക്കെ കറക്റ്റാക്കി ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി. ഒരു പ്ലാനിങ്ങും ഇല്ല, കോട്ടക്കുന്ന് നമുക്ക് ഓടാൻ ഇറങ്ങി. അങ്ങനെ ഓടാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ ആ ഓടനടി കുറേ കംസ് ഇങ്ങനെയൊക്കെ കൊടുക്കല്ലേ, നമ്മളൊന്നും ഉണ്ടാക്കിയില്ല. അതായത് ഇത് സ്ലൈഡ്സ് കാര്യങ്ങൾ പ്രസൻറ്റേഷൻ ഒന്നുമില്ല. എൻ്റെ അടുത്ത് ലാപ്പിനായിട്ട് വരാം, നമുക്ക് ചെയ്യാറുണ്ട്. ഇവിടെ മറ്റേ ഈ ലൈറ്റ് സെറ്റപ്പ് ചെയ്തിരുന്നു, മറ്റേ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത് അല്ലേ. അതെങ്ങനെയാ വെച്ചാൽ ഇത് ബെഡ്റൂമേന്, ബെഡ്റൂമേനും അവിടെ ലാമ്പും കാര്യങ്ങളും തട്ടിക്കൂട്ടി ലൈറ്റും വെച്ചാണ്ട്. എനിക്ക് ഈ ഒരു റൂമിൻ്റെ ഗ്രോത്ത് കറക്റ്റ് എനിക്കറിയാം. ഞാൻ എല്ലാ സ്റ്റേജിലൂടെ വന്നിങ്ങനെ ഫസ്റ്റ് വന്നത് ആ ഒരു കാര്യം ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ബെഡൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ ഇത് മറ്റേ വെച്ച് ഉണ്ടാക്കില്ലേനോ, മറ്റേ തെർമാക്കോളൊക്കെ വെച്ചിട്ട് മറ്റേ ലൈറ്റ്. ഇപ്പോൾ ഇവിടെ ഫുൾ സ്റ്റുഡിയോ സെറ്റപ്പ് ലൈറ്റൊക്കെയാണ്, മാഷാ അടിപൊളി. അപ്പോൾ നമ്മളിരുന്നു 2 മണിക്കൂറിന് സെഷൻ ആയിരുന്നു. ഒരു 20 പേരൊക്കെ രജിസ്റ്റർ ചെയ്തു അല്ലേ. അടിപൊളി ആയിരുന്നു. നല്ല ആ ഒരു ഡോപ്പമിൻ കിട്ടി. 99 ഇങ്ങനെ നമ്മൾ അക്കൗണ്ട് കയറുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ ആണല്ലോ ഇത് ജനറേറ്റ് ചെയ്യാൻ ആയിരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഫസ്റ്റ് മാർക്കറ്റിംഗ്, സെയിൽസ് ആ ഒരു സംഭവമൊക്കെ. എന്നിട്ട് 2 സെഷൻ ഇരുന്നു. ഞങ്ങളാകെ ഫസ്റ്റ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു 2 ആൾ. പിന്നെ എന്താ പറയേണ്ടതെന്ന് കറക്റ്റ് അറിയില്ല, ടോപ്പിക്ക് വിട്ടുപോവാ. അന്ന് ഓർഡർ നമുക്ക് അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല, സ്ക്രിപ്റ്റ് ചെയ്യുക ഒന്നുമില്ല. എനിക്കാണെങ്കിലും ഒരു കോൺഫിഡൻസും ഇല്ല. എന്നിട്ട് പിന്നെ ഒരു 1/2-3 മണിക്കൂറായപ്പോൾ നമ്മളൊന്ന് റെഡിയായി. പിന്നെ ട്രാക്ക് കയറി. പിന്നെ അങ്ങനെ സംസാരിച്ച് നമ്മൾ അഡ്വൈസ് എടുക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്. ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റി തുടങ്ങി. അങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയ കഴിഞ്ഞിട്ട് നല്ല റെസ്പോൺസ് ചെയ്യുന്നു അതിൽ വന്ന ആൾക്കാരൊക്കെ. അതിൽ വന്ന ആളുകൾക്ക് ചിലവരെൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ, ആൻറ്റീൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പറഞ്ഞതാണ് തുടക്കത്തിൽ ലാഗ് ഉണ്ടെങ്കിലും പിന്നെ ഓക്കെ ആയി. അതെ. അപ്പോൾ അന്നൊക്കെ ഇപ്പോഴൊക്കെ അത് വെച്ച് മനസ്സിലാക്കുമ്പോൾ അന്നൊക്കെ അത് ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും ഇരുന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നത്. എന്താ പറയുക, ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തത് തന്നെ. അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു, തീരെ കംഫർട്ട് അല്ലേനു അത്. പക്ഷെ അത് ചെയ്യാന്നുള്ളൊരു ഗോൾ വന്നു, ചെയ്തു. അതെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് നമ്മൾ 2 ആളും കൂടി 1,800 അത്രയായിട്ട് നമ്മൾ 2 ആളും കൂടി ഷെയർ ചെയ്ത് 800 അന്നെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളങ്ങോട്ട് ഇടയ്ക്ക് നമ്മൾ കഫേ വന്ന് മീറ്റ് ചെയ്യും, എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യാൻ, കമ്മ്യൂണിറ്റീൻ്റെ ഗ്രോത്ത് ആണ്. അതെ. പിന്നെ നമ്മൾ ഒരുമിച്ച് തരും കാര്യങ്ങളൊക്കെ. അതായത് ഈ എന്തെങ്കിലും വിളിക്കും, അതായത് കമ്മ്യൂണിറ്റി എന്തെങ്കിലും വിളിക്കും, ഞാൻ ഇറങ്ങും, നമ്മളിവിടെ കഫേ ഉണ്ട്, അവിടെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കും, റെഡിയാക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും ഞാൻ വിളിക്കും, ഓക്കെ ഇങ്ങനെ ഇതുണ്ട് നമുക്കൊന്ന് ഇരുന്നാലേക്കും, പിയും വരും. അപ്പോൾ നമ്മളങ്ങനെ ഇരിക്കും. ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക് പോളിസി നമ്മളെല്ലാ കാര്യം സത്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ കഴിയുള്ളൂ. അപ്പോൾ അടിപൊളിയാണ്. സ്റ്റിൽ ഗ്രേറ്റ്ഫുൾ ഈ ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പും ഇതൊക്കെ. താങ്ക് യു. ഇനി ഇൻവൈറ്റ് ചെയ്തതിന് ഭയങ്കര താങ്ക് യു. കാരണം സംസാരിക്കാൻ സ്പേസ് കിട്ടിയല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും സിനാനെ പേഴ്സണലി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൈം സർക്കിളിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലെ കണക്ട് ചെയ്യാം? എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, 7.സിനാനും. അതേപോലെ തന്നെ പ്രൈം സർക്കിളിൻ്റെ ഒഫീഷ്യൽ പേജ് ഉണ്ട്, primecircle.official, അതിലും മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി മെയിനായിട്ട് കാലിക്കറ്റ് ബേസ്ഡ് ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാരും. സ്റ്റിൽ നമുക്ക് ഓൺലൈനിൽ ചലഞ്ചസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കണക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ 2 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമായിരിക്കും. അപ്പോൾ ഈ ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലല്ലേ? സോ ഇനി വേറെ പ്ലാറ്റ്ഫോമൊക്കെ അതുപോലെ യൂട്യൂബൊക്കെ വരാനുള്ള പ്ലാൻ ഉണ്ടോ? ഇന്നിപ്പോൾ ഡേറ്റ് 14th ജൂൺ സൺഡേ. ഈ വീഡിയോ ഇറങ്ങണ അന്ന് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഉണ്ടാവും. ഇൻഷാല്ലാ ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. സ്റ്റിൽ എൻ്റെ ടൈപ്പ് ഓഫ് കണ്ടന്റ് ഉണ്ടാവുക ലൈഫ് സ്റ്റൈൽ, ഫിറ്റ്നസ്, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ടാവുക. എന്തായാലും ഫസ്റ്റ് വീഡിയോ എല്ലാവരും ഇട്ടിരിക്കും. പക്ഷേ അത് എത്രത്തോളം പെർഫെക്റ്റ് ആവുമോ ഒന്നും അറിയില്ല. പക്ഷേ അവിടെ ഫസ്റ്റ് വീഡിയോ ഉണ്ടാവും, എല്ലാവരും വാച്ച് ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അവിടെ. അതെ, റിസൾട്ട് മാറ്ററില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു ഗോൾ വെച്ചു, ഇനി വീഡിയോ റിലീസ് ചെയ്യണം, എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, വീഡിയോ ഇടണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വന്നു. സോ ഞാൻ എന്തായാലും അത് ഇറങ്ങണമെന്ന് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്. ഓക്കെ.